ഹർത്താൽ എന്നാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ കവിത? അറിയില്ല. അനന്തുവിന് അറിയോ? ഇത് നടത്തുന്നവർക്ക് ആർക്കും അറിയില്ല ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താണ്. താൽ എന്ന് പറഞ്ഞാൽ താക്കോല് പൂട്ടെന്ന അർത്ഥം. താൽ ലഗാദോ, ഹർത്താൽ എല്ലായിടത്തും പൂട്ടിടുക എന്നാണ്. ഓക്കെ, അതെ, അത് ഹിന്ദിക്കാർ ഉപയോഗിക്കാറില്ല, ഇപ്പം കേരളീയരാ ഉപയോഗിക്കാറ്. ഇത്ര നാറിയ ഒരു ലോകം. ഹൈദരാബാദിലൊക്കെ എല്ലാ വണ്ടികളും ഓടുന്നുണ്ട്, എല്ലാ കടകളും തുറന്നിട്ടുണ്ട്. ഒരു ബോധവും സമൂഹ ബോധവും സാമാന്യ ബോധവും ഇത്രയും കാട്ടാളന്മാർ ജീവിക്കുന്ന ഒരു ലോകം കേരളമല്ലാതെ വേറെ ലോകത്ത് എവിടെയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അടിച്ച് പരത്താൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ്. എത്ര നഷ്ടാണ്, എത്ര കഷ്ടപ്പാടാണെന്നറിയോ. ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ ഒരു സുഹൃത്ത് സുനിതയുടെ ബ്രദറിനെ ഏൽപ്പിച്ചത് ഞാൻ അദ്ദേഹത്തെ. തിരുവനന്തപുരത്ത് ഇറങ്ങുന്നുണ്ട്, ഇന്ന് തിരുവനന്തപുരം കാണാം, ഇന്നലെ ഇന്നുമായിട്ട്. അത് കഴിഞ്ഞ് കന്യാകുമാരി പോവാന്ന് പറഞ്ഞിട്ട് ദിബ്രുഗർ എന്ന് വന്ന ആളാണ്. അപ്പൊ തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെയാണ് ഞാൻ സുനീഷിനെ ഏൽപ്പിച്ചത്. ഇന്നലെ അയാൾ പാക്ക് ചെയ്ത് പോയി കന്യാകുമാരിക്ക്. ഹാഫ് ഡേ ചെലവഴിക്കാനേ പറ്റിയിട്ടുള്ളൂ അദ്ദേഹത്തിന്. കാരണം കേരളത്തിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. നിങ്ങളൊക്കെ എക്യുപ്ഡ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് ഐക്കോൺ എന്നൊരു പരിപാടി തുടങ്ങിയ ദിവസം അന്ന് ഹർത്താലായിരുന്നു. അന്ന് 90 കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വരാണ്ടിരുന്നാൽ എൻ്റെ പ്രോജക്റ്റിൽ നിന്ന് പുറത്താവുന്നു പറഞ്ഞു. അതിൽ 86 കുട്ടികളും വന്നു. ഞാൻ ക്ലാസ് നടത്തി. ഹർത്താലിന്റെ ദിവസം ഞാൻ ക്ലാസ് തുടങ്ങിയത്. ആരാണോ ഈ ഗീതാ മുരളീധരൻ? അപ്പോൾ നമ്മൾ ധൈര്യത്തിൽ മുന്നോട്ടിറങ്ങിയാലേ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ആ 4 കുട്ടികൾ ആബ്സെന്റ് ആയവരുടെ വീട്ടുകളിൽ ഞാൻ പോയി അവരെന്തുകൊണ്ടാണ് വരാണ്ടിരുന്നതെന്ന് കണ്ടുപിടിക്കാം. അത് കാര്യം ജെന്യൂനാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നൊന്ന് എക്സ്ക്യൂസ് ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ പലപ്പോഴും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഹർത്താലൊക്കെ ഇങ്ങനെ വിജയിക്കുന്നത്. ഈ പറയുന്ന മറുപക്ഷത്തുള്ള നേതാക്കന്മാരാരും റോട്ടിൽ ഇറങ്ങിയിട്ടും ഉണ്ടാവില്ല, ഭയപ്പെട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഏത് ഗവൺമെന്റിനെതിരെയാണോ ചെയ്യുന്നത് ആ ഗവൺമെന്റിന്റെ പാർട്ടിയിൽ പെട്ടിട്ടുള്ളവരൊക്കെ എല്ലാവരും വണ്ടിയെടുത്ത് വെളിയിലിറങ്ങാൻ തയ്യാറാവണ്ടേ? ആ ധൈര്യം അവർ കാണിക്കണ്ടേ? അതില്ല എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ ഒരു സമൂഹത്തിൽ അന്യോന്യം നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞാൻ സഹായിക്കാം, ഞാൻ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. പാവം ജനങ്ങളാണ് കഷ്ടപ്പെടുക. ഇവിടുന്നൊക്കെ ട്രെയിനിലൊക്കെ വന്നിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരും ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഗതി ആലോചിച്ച് നോക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരാളുടെ മരണം കേട്ടിട്ട് പോകുന്നവരുണ്ടാവും, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവും. വല്ലാത്ത കഷ്ടം. ആരാണാവോ ഈ ശ്രേയ PS? യുവർ വീഡിയോ ഹാസ് ടു ബി ഓൺ. ഓക്കെ, പറയൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ഇതാരും ഒരു വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇനീഷ്യേറ്റീവ് ഒന്നും കാണാനില്ല. ഹനൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ പറഞ്ഞു യു ടെൽ മീ ദ ഡേറ്റ്. പിന്നെ അതിന് മറുപടി ഇല്ല. ഇറ്റ്സ് യുവർ ഇനീഷ്യേറ്റീവ്. ഈ ക്ലാസ് നടക്കുന്ന പോലെ നിങ്ങൾ പറയുന്ന സമയം നോക്കിയിട്ടല്ലല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന പോലെ അല്ലല്ലോ നമ്മൾ നടത്തുന്നത്. ഇത് നിങ്ങളുടെ ഇനീഷ്യേറ്റീവാണ് വേണ്ടത്. വീഡിയോ ഇല്ലാത്തവർക്ക് പോവാം. കമോൺ സ്റ്റാർട്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കൂ. സമയം കളയല്ലേ. ഷുഡ് ഐ ക്വിറ്റ് ഓർ ഗോ?
ഒന്നും വേണ്ടെങ്കിൽ പോവാം. എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. ഹനൻ എന്തോ പ്രസന്റ് ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. I would like to review your one of the interesting video, A to Z Life of Positives. I like that video very much, and the presentation and the is very fantastic. I feel like that. A to Z of ലൈഫ് എന്ന് പറഞ്ഞത് കോവിഡ് കാലത്ത്, ഡ്യൂറിങ് ദ കോവിഡ് വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ ഓരോ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അജക്റ്റീവ്സ് ആയിട്ട് ചേർത്തിട്ട് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുമായിരുന്നു. സോ എ വെച്ചിട്ടുള്ള കുറേ വൊക്കാബുലറീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സർസൈസ് ആയിട്ട് തുടങ്ങിയതാണ്. ആദ്യം ഒരു എ ടു സെഡ് ഒന്നും വിചാരിച്ചതല്ല, ABCD ഓഫ് ലൈഫ് എന്നുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ അങ്ങനെ കൂടിയപ്പോൾ സി വരെ ചെയ്യാൻ പറ്റി. അതുപോലെ ആ സമയത്ത് എഴുതിയിട്ടുള്ള ഏർലി ചൈൽഡ് കെയർ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ബുക്കും അങ്ങനെയാണ്. 26 ചാപ്റ്ററുകളും പേരിട്ടിരിക്കുന്നത് എ മുതൽ സി വരെയാണ്. 26 ചാപ്റ്റേഴ്സാണ്. അതിൽ എ തുടങ്ങുന്നത് തന്നെ എംബീഷ്യസ്, ബി ബിഗിനിങ്, സി ചൈൽഡ്, അങ്ങനെ ഓരോന്നിനും അർത്ഥവത്തായിട്ടുള്ള പേരുകൾ വെച്ചിട്ടാണ് അതിൻ്റെ ടൈറ്റിൽ പോലും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് A to Z എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത്. അത് എളുപ്പമാണ്, നമുക്ക് വൊക്കാബുലറി ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. ഒന്നും കൂടി ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. ബട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് വൺ. പിന്നെ ഇത് മഹാബോറാണ്. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് നിങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ വി വിൽ ക്ലോസ് ഇറ്റ്. 6, 5 വെറുതെ സമയം കളയാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഷുഡ് പ്രിപ്പയർ വെൻ യു കം ഫോർ എ മീറ്റിംഗ്. കേൾക്കാനായിട്ടല്ല, എന്തെങ്കിലും പറയാനായിട്ടാണ് വരേണ്ടത്. അതല്ലെങ്കിൽ വി വിൽ സ്റ്റോപ്പ് ദിസ് ബിസിനസ്. എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ട് വേറെ. One of the video I like most is the video on thoughts. Thought, THOUGHT, thought. Time to that video I like. എന്താണ്, ഞാൻ തന്നെ മറന്നു, എന്താണ് ആ കണ്ടന്റ് എന്ന് പറയും. T for time and H for You can refer to notebooks, no problem. Yeah. See, all of you should come to prepare and then speak for 3 minutes. അത് കമ്പൽസറി ആണ് എപ്പോഴും. ഞാൻ ബ്ലാ 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 ഇല്ല. സ്പീക്ക് ഫോർ 3 minutes and then ask questions. ആ നിങ്ങളുടെ ഹാബിറ്റ് കൂട്ടാൻ വേണ്ടി. എനിക്ക് മണിക്കൂറോളം സംസാരിക്കാൻ പറ്റും. അത് വേണ്ട, നിങ്ങൾക്ക് ആ എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഓൾവേസ് റെഡി ഇൻ ഹാൻഡ്. സൂൺ ആഫ്റ്റർ 1 ഡു ഇറ്റ്. അതർവൈസ് എനിക്ക് വലിയ ഹെഡേക്ക് ആയത്. കാരണം ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ ഗ്യാപ്പും നോക്കിയിട്ട് ചെയ്യണം. അത് മഹാ തലവേദനയാണ്. അതുകൊണ്ടാണ് ഐ ആം ഫോഴ്സിങ് യു ടു ഡു ദാറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു, ഓരോ മിനിറ്റും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരും മിണ്ടാതിരിക്കുന്ന അത്രയും സമയം 26 പേരുണ്ടെങ്കിൽ 26 പേരുടെയും ഓരോ മിനിറ്റ് നഷ്ടപ്പെട്ടാൽ ഹാഫ് ആൻ അവർ നഷ്ടപ്പെട്ടു. അതിന് ഞാനൊരു കാരണക്കാരനാവരുത്, എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ ഇൻഡിവിജ്വലി നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ടു ഹാവ് എ സ്പെസിഫിക് ടൈം. Gmeet ഐ യൂസ് ടു ഡിസ്കസ്. അങ്ങനെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാം ഓരോരാളെടുത്തും. നിങ്ങൾക്ക് ആ ഇനീഷ്യേറ്റീവ് ഇല്ലാത്തവർക്ക് ഒരു ഫെസിലിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇത് യൂട്ടിലൈസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ക്ലോസ് ഇറ്റ്. അതുകൊണ്ട് ഗെറ്റ് റെഡി, ഇമ്മീഡിയറ്റ്, വൺ ആഫ്റ്റർ ദ അതർ, വിത്തൗട്ട് ഗ്യാപ്പ്. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. കമോൺ. ഉത്തരയ്ക്ക് എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു വെബ്സൈറ്റ്
ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാനത് ഇട്ട് കൊടുത്തിരുന്നു, പിന്നെ മറുപടിയില്ല. അത് നോക്കിയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് എന്ന് ബോധമുള്ളത് കൊണ്ടാണ് ആ ബേസിക് ആയിട്ടുള്ള വെബ്സൈറ്റ് തരുന്നത്. എന്തായിരുന്നു ആ ചോദ്യം? ചോദിക്കാമോ ഉത്തരം? ഇതൊക്കെ നാണം കെട്ട പണിയാ. നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കണം ഞാൻ എന്താ ചോദിച്ചത്, അതിന്റെ അപ്ഡേറ്റ് എന്തായി. കാരണം നിങ്ങളുടെയൊക്കെ സ്വഭാവം വേറെ ആരെങ്കിലും പുഷ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. ഈ പുഷ് പുൾ എന്ന് പറഞ്ഞിട്ട് 2 പ്രോഗ്രാമുകളുണ്ട്. നെവർ ഷുഡ് ഗെറ്റ് പുഷ്ഡ്, ട്രൈ ടു പുൾ എന്നാണ്. ഇന്നലെ സുനിതയുടെ മകള് ശിശിര ഇന്ന് അയച്ചൊരു ഇതുണ്ട്, എക്സാം എന്താണ്, ദിസ് ഈസ് ബിക്കോസ് ഓഫ് എക്സാം ടൈം എന്നങ്ങോട്ട്. ആ ടൈമില്ല. ഒരു സെന്റൻസ് എഴുതുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എഴുതുന്ന സെന്റൻസ് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ സെന്റൻസ് എഴുതുമ്പോൾ കറക്റ്റായിട്ട് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് എഴുതുക. ആ റിവ്യൂ ഞാനിത് ഓരോന്നും വായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആദ്യം ഇട്ട ഇന്നത്തെ ഒറ്റ കുട്ടി മാത്രമാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് വരുത്തിയൊരു മിസ്റ്റേക്ക്. നിങ്ങൾ എത്ര പേര് വായിക്കുന്നുണ്ട്? പലർക്കും ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അയച്ചു. അതിനകത്ത് ഞാൻ ജൂൺ ആണ് ഇട്ടിരുന്നത്, ജൂലൈ അല്ല. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ആ ഡേറ്റ് പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഹാവിങ് ദറ്റ് എബിലിറ്റി. ഇതൊക്കെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാം. ശിശിര എഴുതിയൊരു മെസ്സേജ്, അതിനകത്ത് മൈ എക്സാംസ് ആർ സ്റ്റാർട്ടിങ് ഫ്രം ഫുൾ സ്റ്റോപ്പ്. ആ സെന്റൻസ് ഫുള്ളാണോ സുനിത? സ്റ്റാർട്ടിങ് ഫ്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഡേറ്റോ സമയമോ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യോ ഇല്ലയോ? അത് പാടില്ല. നിങ്ങൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. എന്തിനാ? എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല. നിങ്ങളിപ്പോൾ എക്സാം തുടങ്ങുന്നത് എപ്പോഴാണ്? എനിക്കെന്താ കുഴപ്പം? നത്തിങ് ടു ബോദർ മീ. പക്ഷെ എഴുതുന്ന സമയത്ത്, അതുപോലെ ഞാൻ എഴുതുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്. ഒറ്റൊരു കുട്ടിയാണ് ഇന്ന് ഞാൻ 250 പേർക്കാണ് മെസ്സേജ് അയച്ചത്. അവരെല്ലാവരും ഈ വീഡിയോന് വിളിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ വിളിച്ചിട്ടുള്ളത് വീഡിയോ സബ്മിറ്റ് ചെയ്തിട്ടുള്ളവർ മാത്രം. അങ്ങനെ അല്ലാത്തവരെ ആരും വിളിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ നോക്കി സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ ഞാൻ എത്ര സമയം ചെലവഴിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ ആ സമയം ചെലവഴിച്ച് അതില്ലെങ്കിൽ പിന്നെന്താ അർത്ഥം? യെസ് വി ക്യാൻ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഉടനെ യു ഷുഡ് ഫിക്സ് എ ടൈം. എന്നിട്ട് എപ്പോഴാണ്? യുവർ കൺവീനിയൻറ്റ്, നോ യുവർ നോട്ട് മൈ കൺവീനിയൻറ്റ്. ഞാൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അറ്റ് യുവർ കൺവീനിയൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 11 മണി നടിച്ചാൽ പറയും നോ 11 o'clock ഐ ആം നോട്ട് ഹിയർ. അതുകൊണ്ടല്ലേ നിങ്ങളോട് സജസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. സോ യു ഷുഡ് കം വിത്ത് എ ഡേറ്റ് ആൻഡ് ടൈം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ പറയൂ. ഉത്തര, വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ? ആസ്ക് മീ. ഇലക്ട്രിക് ഡൈപോളില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയെ പറ്റിയ ഡെറിവേഷൻ ആയിരുന്നു. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? പഠിച്ചിട്ടില്ല. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ ഇട്ട് ആ ലിങ്ക് ഇട്ട് തന്നതും വായിച്ചു നോക്കിയിട്ടില്ലേ? ആ ഡെറിവേഷൻ കണ്ടിരുന്നു. അല്ല, ഡെറിവേഷൻ അല്ല. ആദ്യം ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ആണ്. പക്ഷെ ഈ പ്രോബ്ലം മാത്തമാറ്റിക്സ് അല്ല, ഫിസിക്സ് ആണ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല. അല്ല, അത് ഞാൻ അയച്ചു തന്ന് വായിച്ചിട്ടില്ല എന്നർത്ഥം. അതിനകത്ത് ഫിഗറേറ്റീവ്ലി കാണിച്ചു തന്നിട്ടുണ്ട് എന്താണെന്ന്. ഫിഗർ കണ്ടിരുന്നു. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണ്ടേ പിന്നെ? ഇത് വായിച്ചു, ഞാൻ മനസ്സിലായിട്ടില്ല. പിന്നെ ഒരാൾ ചോദിക്കുമ്പോഴാണോ അതിന് ഉത്തരം പറയേണ്ടത്? അത് അയച്ചിട്ട് ഇപ്പം 3 ദിവസമായി. എന്തിനാണത് അയച്ചു തരുന്നത്? നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് ഉണ്ടോ? അത് ഓർത്തിട്ട് ഞാനിപ്പോൾ ചോദിക്കണം. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങണ്ടേ? നിങ്ങൾക്ക് ധരിക്കും എന്തിനാ ഈ വഴക്ക് പറയാനായിട്ട് ചേരുന്നതെന്ന്. വല്ലാത്ത കഷ്ടമാണ്. ദിസ് ഈസ് നോട്ട് ദ വേ. ടൈം വേസ്റ്റ് ചെയ്യാണ് നിങ്ങൾ. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണു, എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യണു. ഡോണ്ട്. നിങ്ങൾക്ക് ഇനീഷ്യേറ്റീവും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാവണം ഈ കാര്യങ്ങളിലൊക്കെ. ഞാൻ രാമായണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് ഇന്ന് ചേരുന്ന സമയത്ത് വേണ്ടത് ഞാൻ 5 മിനിറ്റ് പറയാൻ 3 മിനിറ്റ് പറയാൻ തയ്യാറാണ് എന്ന് പറയാവേണ്ടത്. ആ ഒരു ഇനീഷ്യേറ്റീവ് അല്ലേ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അത് കണ്ടിട്ടല്ലേ ബാക്കിയുള്ളവർ പഠിക്കേണ്ടത്. അത് ഇന്റർനെറ്റിൽ നിന്ന് കോപ്പിയല്ല വേണ്ടത്. നിങ്ങൾ പ്രസന്റ് ചെയ്യണം. നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. എല്ലാ ഇൻഫർമേഷനും ഇന്റർനെറ്റിലുണ്ട്. ഞാനും ഇപ്പൊ ഇന്റർനെറ്റിൽ അയച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒരു ഫിഗർ വരക്കാൻ എനിക്ക് വൈ ഷുഡ് ഐ ഡ്രോ, ഓൾറെഡി ഇറ്റ് ഈസ് ദർ. പക്ഷെ അത് പഠിക്കാൻ പറ്റണ്ടേ?
പറയൂ, എന്താണ് ഉത്തരം പറയൂ. അർത്ഥം മനസ്സിലാവുന്നത് വരെ പറയും, ബാക്കിയല്ലേ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. എന്താണ് ആ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലായത്? അതുപോലെ ഒരു കാര്യം പറയുമ്പോൾ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ്. ഇപ്പം ഒരു മിഷനോടല്ലല്ലോ പറയണത്, ഇത് എൻ്റെ ഇന്ന പാഠത്തിൽ ഞാൻ ഇന്ന് പഠിക്കുന്നിടത്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് എവിടെ പഠിക്കേണ്ടതാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതല്ലാതെ വെറും ക്വസ്റ്റ്യൻ ചോദിക്കുക, എനിക്ക് ഇന്ന വിഷയം പഠിക്കുമ്പോൾ ഇന്ന ചാപ്റ്ററിൽ ഇന്ന സിലബസ് നോക്കുന്ന സമയത്താണ് ഇന്നത്. കാരണം ഓരോരുത്തർക്കും അതിൻ്റെ ഏത് പ്രായത്തിലുള്ളവർക്കാണ്, ആ പ്രായത്തിലുള്ളവർക്ക് ഏത് സിലബസ് ആണ്, അതിനനുസരിച്ചിട്ടാണ് എക്സ്പ്ലനേഷൻ വരിക. വാട്ട് ഈസ് ഡൈപോൾ? പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഞാൻ ചോദിച്ചത് വാട്ട് ഈസ് ഡൈപോൾ എന്നാണ്. അതിന് പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഒന്നുമില്ല. സാർ എനിക്കറിയില്ല. ആദ്യം സാർ എന്ന് നിർത്താം. ഇത്രയും കാലമായിട്ടും അത് പഠിച്ചിട്ടില്ലെങ്കിൽ. ഡോക്ടർ TPS, യൂസ് മൈ വേർഡ് നെയിം D അപ്പർ കേസ് R ലോവർ കേസ് അപ്പർ കേസ് TPS. ഞാൻ എങ്ങനെയാണോ അയക്കാറ്, വിളിക്കുമ്പോഴും അതുപോലെ. നിങ്ങൾക്കൊരു ധാരണയുണ്ട് എന്നെ അങ്ങനെ വിളിച്ചു കേൾക്കാനാണ്. അതുകൊണ്ടേ അല്ല, നിങ്ങൾ എത്ര കെയർഫുൾ ആവണം. കാഷ്വലിൽ നിന്ന് കെയർഫുള്ളായി സിൻസിയർ ആവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 പോൾ ഉണ്ടെന്ന അർത്ഥം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നിങ്ങൾ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് ലൈനാന്ന് വിചാരിക്കാം. ആ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും, ഒരു എനർജി പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ട്. അതിനെ ഡൈപോൾ എന്നാ പറയാം. എവരി ബാറ്ററി ഈസ് എ ഡൈപോൾ. നമ്മുടെ സെൽ എന്ന് പറയുന്നത് ഒരു ഡൈപോൾ ആണ്. അതിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു പോയിന്റിൽ അതിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദ്യം. ആണോ അല്ലയോ? എന്ത് എളുപ്പമുള്ളൊരു സംഭവമായത്. യു ഹാവ് എ ട്രയാങ്കിൾ. താഴത്തൊരു ലൈൻ ഉണ്ട്, ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഇവിടത്തേക്കുള്ളത് 2 തരത്തിലുള്ള ഫോഴ്സ് വരും. ഒന്ന് ഇവിടുത്തെ പോസിറ്റീവ് ഫോഴ്സും വരും, ഇവിടെയുള്ള നെഗറ്റീവ് ഫോഴ്സും വരും. അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്താണെന്നാണ് ചോദ്യം. അത് ആ ബോധം മനസ്സിൽ, ആ ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഡെറിവേഷൻ വായിക്കുമ്പോൾ യു വിൽ റിയലൈസ് ഇറ്റ്. ആ ഫിഗർ മനസ്സിലില്ലാതെ നിങ്ങൾ ഡെറിവേഷൻ നോക്കുന്ന സമയത്ത് അത് വ്യക്തമാവില്ല. ഫിസിക്സ് എപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു 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 ഇതുണ്ട്, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെങ്കിൽ ഈ തലയുടെ മുകളിലിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്ര പൊട്ടൻഷ്യൽ ഫോഴ്സ് ഉണ്ടാവും, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പോസിറ്റീവ് എന്നൊരു ഫോഴ്സ് ഉണ്ടാവും, ഈ നെഗറ്റീവ് എന്നൊരു ഫോഴ്സ് ഉണ്ടാവും. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് കുറേ ദൂരെയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും, അടുത്താണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു പോളിന്റെ എവിടെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവിന്റെ എഫക്ട് കൂടും, നെഗറ്റീവിന്റെ എഫക്ട് കൂടും. കാരണം ഇവിടുന്ന് ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ആ ട്രയാങ്കിളിന്റെ ലെങ്ത്തും ആംഗിളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ വെക്കുമ്പോൾ എത്ര ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് ടാനും കോട്ടും സൈനും കോസും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. അത് കൃത്യമായിട്ട് ഏതാണ് ട്രയാങ്കിൾ, അതിന്റെ ഡിസ്റ്റൻസ് എത്രയാന്ന് പറയാത്തതുകൊണ്ട് ആംഗിൾ തീറ്റ എന്ന് എസ്യൂം ചെയ്യും, θ1 θ2 എന്ന് എസ്യൂം ചെയ്യും, Q1 Q2 എന്ന് എസ്യൂം ചെയ്യും. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിറൈവ് ചെയ്യുന്നത്. ആ ഫിഗർ വരയ്ക്കാൻ സാധിച്ചാൽ അത് മാത്തമാറ്റിക്സ് ആയി. അത് മനസ്സിലാക്കുന്നതാണ് ഫിസിക്സ്. ഇതൊക്കെ എളുപ്പമുള്ള സംഭവമാണ്. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഡോക്ടർ, ഇപ്പോ ഈ നമ്മൾ വെക്കണ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഇപ്പൊ 0ന്റെ കുറച്ച് മുകളിലാണെങ്കിൽ ആ ഇത് വേരിയേഷൻ വരുമല്ലോ. നമ്മള് 2a ആയിട്ട് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എയും ബിയും ക്യൂവും ക്യൂ മൈനസും ക്യൂ പ്ലസും എയും ബിയും പോയിന്റ്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഇപ്പൊ ഒരു പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ്
ഡോക്ടർ മനസ്സിലാവുന്നുണ്ടോ? റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് നോക്കണം. ആ ഡിസ്റ്റൻസ് നിങ്ങൾ എത്ര വേണമെങ്കിലും എടുക്കാം. അത് 2a എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് സർക്കിളിൽ പെടുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ ഏത് പോയിന്റ് ആണോ ഏത് ഡോട്ടിലാണോ അതുള്ളത് അവിടെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്ത് സീറോയിലേക്ക് വരുമ്പോ ചേഞ്ച് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുമോ? എവിടെയായി സീറോ? അപ്പൊ A2A A എടുക്കുമ്പോ അതെ, എന്ന് വെച്ചാൽ മിഡ് പോയിന്റിലാവുമ്പോ ഒന്നുമില്ല. കാരണം ക്യൂവും മൈനസ് ക്യൂവും ഒരേ ഇന്റൻസിറ്റി ഉള്ളതാണെങ്കിൽ അവിടെ പവർ ഇല്ലാണ്ടാവും. ഒന്നുകിൽ കോസ് തീറ്റ എടുത്താൽ സീറോ വരും, അല്ലെങ്കിൽ സൈൻ തീറ്റ എടുത്താൽ സീറോ വരും. കാരണം ഒരേ ലൈനിലാണ്. അത് അങ്ങനെയല്ല അത് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ജനറിക് ഫോർമുല ഡിറൈവ് ചെയ്യുന്നതായിരുന്നു. അതാണ് ക്വസ്റ്റ്യൻ എന്നാണ് എൻ്റെ ധാരണ. അത് കഴിഞ്ഞിട്ട് ആ തീറ്റ നമ്മൾ സീറോ എന്ന് ഒരു സ്ഥലത്തിട്ടാലും അത് സീറോ ആവും. കാരണം ഇങ്ങനെയുള്ള ട്രയാങ്കിളിൽ ഇത് ഈ പോയിന്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ആംഗിൾ ബിക്കം സീറോ, ദ അതർ ആംഗിൾ ബിക്കം 180 ഡിഗ്രി. അപ്പൊ ഏതായാലും കോസ് തീറ്റയോ സൈൻ തീറ്റയോ ഒക്കെ വരുന്ന സമയത്ത് സീറോ ആവാൻ സാധ്യതയുള്ള സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ അത് സീറോ ആവും എഫക്ട്. വരച്ച് നോക്കിയിട്ട് പഠിച്ചിട്ട് പ്രസന്റ് ചെയ്യാണ് വേണ്ടത്. ദാറ്റ്സ് വാട്ട് ഐ എക്സ്പെക്ട്. ഇതാണ് ഞാൻ ചോദിച്ചത്. ഇത് എനിക്ക് അയച്ചു തന്നു, ഇത് ഞാൻ പഠിച്ചു, ഇതാണ്. ആ തെറ്റുണ്ടോ ഇല്ലയോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ഇന്ന് കെമിസ്ട്രിയുടെ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഭാഗം നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യം 2024/24/07/09 നടിച്ചു കഴിഞ്ഞാൽ കാണാം. അത് നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള +1 +2ലും എഞ്ചിനീയറിംഗിലും ഒക്കെ പഠിക്കാനുള്ള കെമിസ്ട്രി ഒക്കെയാണ്. കഴിഞ്ഞ വർഷം ആരോ ചോദിച്ചിട്ടുള്ളതാണ്. അത് ഇന്ന് പെട്ടെന്ന് അവിചാരിതമായി കണ്ടപ്പോൾ ഐ പോസ്റ്റ് ഇട്ട്. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തോ എനിക്കറിയില്ല, അല്ലെങ്കിൽ എൻ്റെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ, പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സംവേർ ഐ പോസ്റ്റ് ഇട്ട് ചെയ്യാം. അത് റെസ്പോണ്ട് ചെയ്യാം. ഇത്രയും തിരക്കുള്ളവരാണ് നിങ്ങളെന്നുള്ളത് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ല, ഇതിൽ ഏതോ ഒരു കാര്യമുണ്ട്. കമോൺ നെക്സ്റ്റ്. അപ്പൊ നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് വേണം, അതാണ് ഞാൻ പറയുന്നത്. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. സോ ഐ ലേൺ ലിറ്റിൽ ബിറ്റ് മോർ. Sir, can I ask a question? First of all, Dr. TPS, there is no sir in this world, according to me. I will throw you out next time repeat ചെയ്താൽ. കോൺഷ്യസ് ആവുക വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. എനിക്കിത് കേൾക്കാണ്ടിരുന്നൂടെ? ഞാനും ശീലിച്ചിട്ടുള്ള ആളല്ലേ. ഞാൻ എത്ര കോൺഷ്യസ് ആണെന്ന് ആലോചിച്ച് നോക്കും. ആണോ അല്ലേ പറ? നിങ്ങളുടെ അപ്പനോ അപ്പൂപ്പനോ ടീച്ചർമാരോ ആര് വിളിക്കുമ്പോൾ ഞാനിത് പറയില്ല. കാരണം അവരൊക്കെ ഓൾറെഡി കറക്റ്റ് ആണ്. അപ്പൊ എനിക്ക് കേൾക്കാൻ അസഹിഷ്ണുത ഉള്ളതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ വിളിച്ചിട്ടുള്ള കുറേ വീഡിയോസ് കാണാം നിങ്ങൾക്ക്. അതൊക്കെ ഞാൻ കുഴപ്പമില്ല നോക്കും. കാരണം അവരെ കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. നിങ്ങളെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ വെച്ചിട്ടാണ്. Dr. TPS. Name it. Dr. TPS. Yeah. Sir, Da. my question, Doctor. Why you are so casual? എങ്ങനെ ഇങ്ങനെ കാഷ്വൽ ആവാൻ പറ്റുന്നത്? ഇത്രയും പറഞ്ഞിട്ടൊന്നാ മനസ്സിലാവാത്ത എനിക്ക്. Doctor, I was some nervous. That's why. ഇത് നെർവസ് ഒന്നല്ല. ഇതിന് പേര് കാഷ്വൽ ആണ്, ശ്രദ്ധയില്ലായ്മ എന്നാ പറയാ. അമ്മയുടെ പേരെന്താ? Princy. ഏ Princy. അതില് വല്ല നെർവസ്നെസ്സും ഉണ്ടോ ഇപ്പൊ ഉത്തരം പറയാൻ? ഉണ്ടോ? അമ്മയെയും അച്ഛനെയും സാർന്ന് വിളിക്കുവോ? മാഡം എന്നൊക്കെ വിളിക്കാറുണ്ടോ? നെർവസ് ആയിട്ടിരിക്കുമ്പോ അച്ഛനെ സാറെന്ന് വിളിച്ചു പോവോ അറിയാണ്ട്? ഉണ്ടോ? അപ്പൊ ശ്രദ്ധയില്ലായ്മയാണ്, കാഷ്വൽ ആണ്. അതുകൊണ്ടാ പറയണത്. ആ സ്വഭാവം മാറ്റൂ. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. സുവോളജി MSc ആണ്. നല്ല ഡയലോഗായിരുന്നു. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നെർവസ് ആയതുകൊണ്ടാണ് ഒന്നും പറയാൻ പറ്റാത്തത്. തെറ്റാണത്. നെർവസ് ആയതുകൊണ്ടല്ല, അറിവില്ലാത്തതുകൊണ്ടാണ്. എക്സാമിന് പോകുമ്പോൾ എഴുതാൻ പറ്റാത്തത് ഭയം കൊണ്ടാണ്. ഭയം ഉള്ള സമയത്ത് നിങ്ങളോട് അമ്മയുടെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ മാറിപ്പോവോ? പറഞ്ഞു പോവോ? നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നെർവസ് ആകുമ്പോൾ വേറെ നിങ്ങൾ പറഞ്ഞു പോകാറുണ്ടോ? അപ്പൊ അത് ഡീപ്പ് റൂട്ടഡ് അല്ല നിങ്ങളിൽ. അതുകൊണ്ടാണ്.
മനസ്സിലാവുണ്ടോ? വളരെ കെയർഫുൾ ആവുക, വളരെ കോൺഷ്യസ് ആവുക, ധൃതി പിടിക്കണ്ട. സ്റ്റോപ്പ്, സ്പീക്ക് സ്ലോലി. അത് പഠിക്കൂ. യാ, കമോൺ. My question was, നോ, റിപ്പീറ്റ്. what should അപ്പൊ സാർ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത എന്തേ? Doctor, my question was, ഡോക്ടർ TPS എത്ര പ്രാവശ്യം പറഞ്ഞു അത്? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? yes, my question was, ആ, no sir, Dr. TPS, my question was, what should be our aim of life? ക്വസ്റ്റ്യൻ വാസ് അല്ല, അത് ചോദിച്ചിട്ടില്ല. We have aim for the ക്വസ്റ്റ്യൻ വാസ് എന്നാണോ പറഞ്ഞത്? question is, ആ, what should be our aim of life? അല്ല, ഓരോരാളും ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെന്റ്. സോ എയിം ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ക്യാൻ ബി ഡിഫറെന്റ്. There are only 3 basic aims in life. ഇവിടെ ഓരോരാളുടെയും എയിം പറയൂ, ഞാൻ പറയാം. കമോൺ, എവറി വൺ ഓഫ് യു ഷുഡ് ടെൽ വാട്ട് ഈസ് യുവർ എയിം ഓഫ് ലൈഫ്. ശ്രേയയുടെ ആൻസർ ഞാനല്ല, എല്ലാവരും പറയണം. ടെൽ മീ വൺ ബൈ വൺ. Unmute and speak, all of you. Start fast. 1. Greetings, Dr. TPS. And I provide the answer to my question to unlock my higher self, regardless of what job and what I may be. One word. What is your aim? ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് പറയണം. Don't waste time. One word. What is your aim? Dr. TPS, Come on. To be rightful. To be rightful. Good enough. Next. I want to join Indian Air Force. You want to get a high profile job. Indian Air Force എന്നുള്ളത് നാളെ ഇന്ത്യൻ എയർഫോഴ്സ് പൂട്ടിപ്പോയാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യോ? ആരും എടുക്കണില്ല ലേഡീസിന്. അത് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? യു വാണ്ട് ടു ഗെറ്റ് സം ഹൈ പ്രൊഫൈൽ, ഫ്ലൈ ചെയ്യലെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് എയർഫോഴ്സ് എങ്കിൽ എയർഫോഴ്സിൽ എല്ലാവരും ഫ്ലൈ ചെയ്യാറില്ല. എയർഫോഴ്സിലും ക്ലർക്കുമാരും അറ്റൻഡർമാരും ഒക്കെ ഉണ്ട്. അവിടെ തൂത്തുവാരുന്നവരും എയർഫോഴ്സ് ജോലിക്കാരാണ്. അപ്പോൾ പറയുമ്പോൾ സ്പെസിഫിക് ആണ്. ഐ വാണ്ട് ടു ഗെറ്റ് എ വെരി ഡിഗ്നിഫൈഡ് ജോബ് ഇൻ Fighter pilot. ഫൈറ്റർ പൈലറ്റ് ഒക്കെ ഡൗട്ട്ഫുൾ ആയിരിക്കും. അവരാ തീരുമാനിക്കാം നിങ്ങൾ അതാക്കണമെന്ന്. ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, സ്പെസിഫിക് ആവണം. ഡോണ്ട് മെൻഷൻ ദ ഡിപ്പാർട്ട്മെന്റ്, മെൻഷൻ ദ ജോബ്. അതാണ് അത്യാവശ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ. യാ, നെക്സ്റ്റ്. Dr. Sir, TPS became a mechanical engineer. ബിടെക് മെക്കാനിക്കൽ എടുക്കലാണ് ഇഷ്ടം. Yes, sir. അതാണ് ഒരാളുടെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് ബിടെക് മെക്കാനിക്കൽ ആവലാണ്. ആലോചിച്ച് നോക്ക. കമോൺ, നെക്സ്റ്റ്. എന്താണ് നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഒരു പഠിക്കുന്ന വിഷയമല്ല പറയേണ്ടത്. വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ് എന്നാണ് ക്വസ്റ്റ്യൻ. Doctor, I want to be happy. കമോൺ. My aim is to become a good human being. കമോൺ, നെക്സ്റ്റ്. I want to be happy. പിന്നെ Dr. TPS, I want to lead a purposeful life. നെക്സ്റ്റ്. That's to help. Dr. TPS, I want to be a pilot. Dr. TPS, I want to be a ആ, Dr. TPS, I want to become a good human and a high profile. നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളെ ബേസിക്കലി ക്വസ്റ്റ്യൻ ചെയ്ത് പോയാൽ 3 കാര്യങ്ങളിൽ എൻഡ് ചെയ്യും. ഇത് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്. ഇതൊന്നും ആദ്യമായിട്ട് ചോദിക്കുന്നതല്ല. ഏത് മനുഷ്യന്റെ ആഗ്രഹങ്ങളും 3 ആയിട്ട് തരംതിരിക്കാം. ബേസിക്കലി ദേ വാണ്ട് മണി. എല്ലാവർക്കും വേണ്ടത് കാശാണ്. എന്തിനാ ജോലിക്ക് പോകണമെന്ന് വെച്ചാൽ കാശ് ഉണ്ടാക്കാനാണ്. എന്തിനാ കാശെന്ന് ചോദിച്ചാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഡെവലപ്മെന്റിനും കംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ കംഫർട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ധനം എന്നുള്ള അർത്ഥത്തിൽ അത് പലതരത്തിലും കിട്ടും. എല്ലാവർക്കും വേണ്ടത് ധനമാണ്. സെക്കൻഡ് വേണ്ടത് നോളജാണ്.
ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെയൊക്കെ ഇരുന്നിട്ടുള്ളത് കംഫർട്ടബിൾ പൊസിഷനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ജോലി കിട്ടാനും. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ആരും റെസ്പോണ്ട് ചെയ്യാത്തത്. നോളജ് ആണ് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് ഒരാൾ വന്നു, വലിയ വായനക്കാരനൊക്കെയാണ്. നമ്മുടെ ലൈബ്രറി കാണിക്കുമ്പോൾ ഒരു ബുക്ക് പോലും അത് തുറന്നു നോക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിട്ടില്ല. ഒരു സാധാരണ വായനക്കാരൻ പോകുമ്പോൾ സാധാരണ ഒരു കുറേ ഭക്ഷണം പ്രിയമുള്ള ഒരാളാണെങ്കിൽ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അയാളെ പ്രിയം കാണിക്കുക. ബുക്ക് കാണിക്കുമ്പോൾ തുറന്നു നോക്കുമ്പോഴാണ് പ്രിയം കാണുക. റൈറ്റ്. അപ്പൊ ഒന്ന് ധനം, മറ്റൊന്ന് വിദ്യ, മൂന്നാമത്തേത് പവർ, പ്രശസ്തിയൊക്കെയാണ്. ഐ വാണ്ട് ടു ഹാവ് എ ഡിഗ്നിഫൈഡ് ജോബ്, ഗ്രേറ്റ് ജോബ്. എന്തിനാ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യണത്? ചെയ്താൽ എനിക്ക് ഇന്ന ജോലി കിട്ടും, ആ ജോലിക്ക് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചത് കൊണ്ടാണ്. എവരിബഡി വാണ്ട്സ് പവർ, പൊസിഷൻ. ഇപ്പൊ 3 കാര്യങ്ങളെ വേണ്ടു. അതിലൊരാൾ സന്തോഷം വേണമെന്നാ പറഞ്ഞത്. നല്ലോണം തണ്ണി അടിച്ചാലും കള്ളു കുടിച്ചാലും ഒക്കെ സന്തോഷം കിട്ടും. ടെമ്പററി ആയിട്ട് സന്തോഷം കിട്ടാൻ അത് മതി. പലർക്കും പലതരത്തിലുള്ള സന്തോഷങ്ങളായിരിക്കും. ഈ 3-ൽ ഒന്നുമില്ലാത്ത, ഇതിലേതിലും പെടാത്ത ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭ്രാന്ത് എന്ന് പറയാം. അതിന് പേര്. പവറും പൊസിഷനും ഇല്ല എന്നിട്ടും ഹാപ്പി ആയിരിക്കുക, കാശില്ല എന്നിട്ടും ഹാപ്പി ആയിരിക്കുക, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നിട്ടും ഹാപ്പി ആയിരിക്കുക, അതിന് ഭ്രാന്ത് എന്നാ പറയാം. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളവർ. അതിലും ബ്രൈറ്റ് ആയിട്ടുള്ളവരാണ് ഇത് 3ഉം വെച്ചിട്ട് സന്തോഷം കണ്ടെത്തുന്നവർ. എന്ന് വെച്ചാൽ ആവശ്യത്തിന് കാശും വേണം, ആവശ്യത്തിന് പവറും പൊസിഷനും വേണം, ആവശ്യത്തിന് നോളജും വേണം. ഇത് ബാലൻസ് ചെയ്യുന്നതാണ് ലൈഫ്. വേദാന്തകോ ബ്രാഹ്മണ, അറിയാനുള്ള ആഗ്രഹമുള്ളവൻ ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നു. ക്ഷത്രിയോ വിജയീ ഭവേത്, അധികാരവും പവറും പൊസിഷനും ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവനൊക്കെ ക്ഷത്രിയനാവുന്നു. വൈശ്യോ ധനസമൃദ്ധ, കാശുണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവനൊക്കെ വൈശ്യനാവുന്നു. സന്തോഷം മാത്രം വേണമെന്നുള്ളവന്റെ പേര് ശൂദ്രൻ എന്നാണ്. വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖം ആപ്നുയാത്. സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ശൂദ്രന്മാരാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സന്തോഷം വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്, സുഖം വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്ത് വേണം എന്ന് ചോദിച്ചാൽ സുഖം വേണം. ഏത് വഴിയിലൂടെ സുഖത്തിലെത്തണം? ഒന്നുകിൽ വിദ്യ കൊണ്ട് സുഖം നേടണം, അർത്ഥം കൊണ്ട് സുഖം നേടണം, അല്ലെങ്കിൽ പവറും പൊസിഷനും കൊണ്ട് സുഖം നേടണം. ഇത് 3ഉം കിട്ടിയിട്ട് സുഖം നേടുന്ന ജോലികളാണ് കിട്ടേണ്ടത്. ആ വഴികളാണ് നമ്മളൊക്കെ തേടുന്നത്. അത് അറിവില്ലാത്തത് കൊണ്ട് കുറെ പ്രായം കഴിയുമ്പോഴാണ് ഇതൊന്നും ആയിരുന്നില്ല എനിക്ക് വേണ്ടതെന്ന് ധരിച്ചു പോകുന്നത്. ആ സമയത്താണ്. അത് അറിയണം, കൃത്യമായിട്ട് അറിയണം. Got it? Okay, thank you, doctor, for the words. Yeah. I happen to know that the aim of life for different person is different, and there are basically only 3 different ways where the happiness. I mean, the aim is basically one is for knowledge, then the other is for money, and the third one is for fame and power. So basically, and even if one person got any of the one and become happy, he's brilliant. And then if anyone can get the 3 and become happy, it's great. But that's all what I learned from it. Thank you, doctor. ഇത് വിഷ്ണു സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകമാണ്. യുദ്ധം കഴിഞ്ഞിട്ട് ധർമ്മപുത്രര് രാജ്യഭാരം ഏൽക്കാൻ പോകുന്ന സമയത്ത്, രാജാവാവുന്ന സമയത്ത്, ആ വാക്ക് തന്നെ ആലോചിച്ച് നോക്കണം. രാജ്യഭാരം എന്നാണ്. അത് വലിയ ഭാരിച്ച ജോലിയാണെന്നാണ്. അല്ലാണ്ട് അത് ഹാപ്പിനെസ് ഉണ്ടാക്കാനോ പവർ ഉണ്ടാക്കാനോ എൻജോയ് ചെയ്യാനോ അല്ല. അങ്ങനെ രാജ്യഭരണം എന്ന ദുരിതം, കഷ്ടപ്പാട് അനുഭവിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവാൻ പോവുകയാണ്.
അപ്പൊ കൃഷ്ണനോട് ചോദിക്കുകയാണ് എന്ത് അഡ്വൈസ് ആണ് തരാനുള്ളതെന്ന്. മഹാഭാരത യുദ്ധത്തിൽ മരിക്കാതെ കിടന്നിട്ടുള്ള ഒറ്റ വ്യക്തി, ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ബാക്കി എല്ലാരെയും കൊന്നൊടുക്കി. അതാണ് യുദ്ധത്തിന്റെ നീതി. ശാസ്ത്രം എന്ന് പറയുന്നത് എതിർകക്ഷികളെ എല്ലാരെയും കൊന്നാലേ യുദ്ധം അവസാനിക്കുള്ളൂ എന്നാണ്. അങ്ങനെയാണ് മഹാഭാരതത്തിന്റെ നിയമം. അതിൽ മരിക്കാതെ കിടന്ന, എന്നാൽ മരിച്ച പോലെ കിടന്ന വ്യക്തിയാണ് ആര്? ഭീഷ്മരാണ്. അപ്പൊ ഭീഷ്മരെടുത്ത് പോയിട്ട് ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം തരും എന്ന് പറഞ്ഞ് ധർമ്മപുത്രരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹം ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുത്ത വലിയ പ്രാർത്ഥനയാണ് വിഷ്ണു സഹസ്രനാമം. ചോദ്യം, ഞാൻ നല്ല രാജാവായിട്ട് എങ്ങനെ ഭരിക്കണം എന്നാണ്. അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തത് വിഷ്ണുവിന്റെ 1000 പേരുകളാണ്. അതിനെയാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയാം. അതിലുള്ള ശ്ലോകമാണ്. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രർ തിരിച്ച് ചോദിക്കും, ഇതെന്തിനാ ഞാനിങ്ങനെ ഇദ്ദേഹത്തിന്റെ 1000 പേര് ചൊല്ലിയിട്ട് എന്താ കാര്യം? അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കണമെങ്കിൽ, നല്ല രാജാവാൻ സാധിക്കണമെങ്കിൽ ഇത് ചൊല്ലിയാ മതി. നല്ല വിദ്യ കിട്ടണമെങ്കിലും ഇത് ചൊല്ലിയാ മതി. നല്ല കാശ് കിട്ടണമെങ്കിലും ഇത് ചൊല്ലിയാ മതി. അപ്പൊ ജീവിതത്തിൽ എന്ത് നേടണമോ അത് നേടണമെങ്കിൽ ഇത് ചൊല്ലിയാ മതി. പക്ഷെ ഓരോരാളുടെയും ആഗ്രഹം വ്യത്യസ്തമാവുന്നത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർക്ക് കിട്ടും. സ്വഭാവ പ്രഭവൈർ ഗുണൈ, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രഭാവം ഉണ്ടാവും. നിങ്ങൾ ആ നിലയിലേക്ക് എത്തും. അതിന് ശ്രദ്ധയാണ് വേണ്ടത് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതിനെ ഒന്ന് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഓരോരാളുടെയും സ്വഭാവം ഡിഫറൻ്റ് ആണ്. ആ ഓരോ ഡിഫറൻ്റ് ആൾക്കാർക്കും എന്തൊക്കെയാണ് ആഗ്രഹം, ഇത് രണ്ടും കൂടി വായിച്ചാൽ അതിന് ഉത്തരമായി. അത് രണ്ടും കൂടി വായിച്ചിട്ടാണ് ഞാൻ ഈ ഉത്തരം പറയുന്നത്. ഓക്കെ, യാ. ഏൺ, ലേൺ, ഫെയിം. ഏൺ, ലേൺ, ഫെയിം, ഹാപ്പി. അതിൽ ഹാപ്പിനെസ് ലേൺ, ഏൺ, ഫെയിമിന്റെ ഭാഗമായിട്ട് മാറും. Happiness cannot be different. It has to be together with this. That is the basic rule. Yeah. Dr. TPS, thoughts എന്ന വീഡിയോ പറ്റി ഞാൻ സംസാരിച്ചോട്ടെ. ഓ, അത് ഷില്ലോങ്ങിൽ വെച്ചെടുത്തൊരു വീഡിയോ ആയിരുന്നു. It's giving the expansion of the each letters of the word thought. And the first letter, T is for time. That is when we should be aware of the time when we are living. നമ്മുടെ ചുറ്റുമുള്ള സമയം അത് നമ്മൾ എപ്പോഴും വാല്യൂ കൊടുക്കണം. സെക്കൻഡ് വൺ ഈസ് ഹാബിറ്റ് ഓഫ് ഹാപ്പിനെസ്. ദാറ്റ് ഈസ് നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കുക. വാട്ട് എവർ ഈസ് കമ്മിങ് അക്സെപ്റ്റ് ചെയ്യുക, അതിൽ ഹാപ്പി ആയിരിക്കുക. That's for opportunity. We should grab whatever opportunities is coming in our way. We should grab it. Then fourth letter is understanding. We should understand our limitations, what we can do. നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. Then comes G for gratitude. We should be thankful for whatever little things or whatever we have. We should always be thankful. Then H, that is a hope. Even though today we cannot achieve, we should have the hope that tomorrow everything will be okay or everything will be corrected. Then comes transformation. That's these habits and being will transform us into a better person. That is the expansion of thought. It's one of the best video I like from Dr. TPS. Thank you. ഇത് ഷില്ലോങ്ങിൽ, താങ്ക് യു സുനിത ഫോർ ദാറ്റ്. ഇത് ഷില്ലോങ്ങിൽ പോയ സമയത്ത് ഷില്ലോങ്ങിൽ ലാസ്റ്റ് ഒരു മൗണ്ടൻ ടോപ്പിൽ പോയിട്ട് കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടുന്ന് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് അന്ന് ഷൂട്ട് ചെയ്തതാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നടന്നു പോകുമ്പോഴാണ് അതിനേക്കാളും നല്ലൊരു ലൊക്കേഷൻ മറുഭാഗത്തുണ്ടെന്ന് കാണുന്നത്. ആ പോയ സമയത്ത് അമേരിക്കയിൽ നിന്ന്
ബോംബെയിൽ വന്നിട്ടുള്ള ഒരു പഴയ ഫാമിലിയുടെ പഴയ ക്ലാസ്മേറ്റ്സിൽ ഒരു 5-10 പേര് കൂടെ അതേ സ്ഥലത്ത് വരുന്നുണ്ട്. അതേ ഡേറ്റ് വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാർച്ച് 10-ാം തീയതി കണ്ടാണ്, മാർച്ച് 10-ഓ 9-ഓ 14-ഓ ഒക്കെയാണ് അത് നടന്നിരുന്നത്. അവരുടെ ഗെറ്റ് ടുഗദറിന്റെ ഇടയിൽ പെട്ടിട്ട് ഞാൻ ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യായിരുന്നു. അവർ കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതും പറയുന്നതൊക്കെ. അപ്പോൾ അവരെ പരിചയപ്പെട്ടു. അപ്പം അവരുമായിട്ടുള്ള ഡിസ്കഷനും അവർ പാടുന്ന ഒരു ഹിന്ദി പാട്ടും അതിൻ്റെ കൂടെ ഞാൻ ചേരുന്നതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ലൈഫിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ദേ ബിക്കം ഗുഡ് ഫ്രണ്ട്സ്. കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ്. അപ്പോൾ നല്ല മഴ വന്നു. പെട്ടെന്ന് മഴ വരുന്നൊരു സ്ഥലമാണ് ഷില്ലോങ്. ഡാർജിലിംഗ്, ഷില്ലോങ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും ചടപടാന്നുണ്ട് മഴ പെയ്യും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ബ്രൈറ്റ് സൺ ആയിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. ആൻഡ് വി ആർ ഓൾ റണ്ണിങ്. അപ്പോൾ ഒരാൾക്ക് നടക്കാൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് മഴയൊക്കെ നനഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഹി വാസ് ഷെയറിങ് ഹിസ് എക്സ്പീരിയൻസ്. ബോംബെ എന്നുള്ളൊരു ഗ്രൂപ്പ്, അമേരിക്ക എന്നുള്ള പഴയ ഫ്രണ്ട്സ്, മേ ബി 30 years 40 years ബാക്ക് കൂടെ പഠിച്ച കുറേ വയസ്സന്മാരായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നത്. യാ 11-ാം തീയതിയാണ്. അറ്റ്ലാന്റയിൽ നിന്നുള്ള ആളാണ്. 25/03/11. ചിലപ്പോൾ ആ വീഡിയോന്റെ മുകളിൽ 25/03/11 ആവണമെന്നില്ല, കാരണം അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഏത് ദിവസമാണ് അന്ന് ഇട്ടിട്ടുണ്ടാവുക. ബട്ട് ദാറ്റ് വാസ് ഓൺ ദാറ്റ് ഡേ. അത് ലേറ്റ്ലും വ്യൂ പോയിന്റ് എന്നാണ്, LAITLUM, ലേറ്റ്ലും വ്യൂ പോയിന്റ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഞാൻ ഏത് സ്ഥലത്ത് വെച്ച് ആരെ കണ്ടു അവരുടെ പേരുകൾ ആ പേര് വെച്ചിട്ടും ഡേറ്റ് വെച്ചിട്ടുമാണ് സേവ് ചെയ്യുക. യാ കമോൺ, ഇത്രയും ആൾക്കാരുണ്ടായിട്ട് വൈ ആർ യു വേസ്റ്റിംഗ്? ഞാൻ പറഞ്ഞു എൻ്റെ ബുദ്ധിമുട്ട്. നിങ്ങൾക്കിത് വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണിത്. കാരണം ഐ ഹാവ് ടു ഈ ഗ്യാപ്പ് നോക്കി എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ തലവേദനയാണ്. ദാറ്റ് ഈസ് മോർ ബോറിംഗ് ദാറ്റ് ഫോർ മീ. സോ ജംപ് ഇമ്മീഡിയറ്റ്ലി, ഫാസ്റ്റ്. യാ മാപ്പിള രാമായണത്തെ കുറിച്ചുള്ള ഒരു ഇത് പറഞ്ഞിരുന്നു. അപ്പൊ അത് മലബാറിന്റെ കലാരൂപമായിട്ടാണ് നിലവിൽ വന്നതെന്ന് അറിഞ്ഞത്. അപ്പൊ ശ്രീരാമന്റെ ജനനം, സീതാ സ്വയംവരം, പട്ടാഭിഷേകം തുടങ്ങിയ എന്റെ ആദ്യത്തെ ഒരു ലൈൻ ഒന്ന് പാടാമോ കവിതയ്ക്ക്? ഞാൻ ശ്രമിക്കാം. ഞാൻ പാടാം ഡോക്ടർ. മാപ്പിള രാമായണത്തിലെ ചില വരികൾ. പണ്ടു താടിക്കാരനൗലി പാടി വന്നൊരു പാട്ട്, കണ്ടതല്ലേ ഞമ്മളീ രാമായണം കഥ പാട്ട്. രാമായണം എന്നാണ്, രാമായണം അല്ല പറയാ. രാമായണം മൗലവി എന്നല്ല, താടിക്കാരൻ മൗലി എന്നാണ്. അതാണ് അത്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാല് വാത്മീകി. താടിക്കാരനായ മൗലി എന്ന് പറഞ്ഞാൽ വാത്മീകി എന്ന അർത്ഥം. കർക്കിടകം കാത്തു കാത്ത് കുത്തിരിക്കും പാട്ട്, കാതു രണ്ടിലും കൈവരലിട്ടോരി കൂട്ടും പാട്ട്, 3 പെണ്ണിനെ ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട്, അമ്മിക്കും മായം മറിഞ്ഞും മക്കളില്ല പാട്ട്, പായസം കുടിച്ചു 3-4 പെറ്റ പാട്ട്, 4ലും മൂത്തുള്ള ലാമന്റെ കൂട്ടും പാട്ട്. ലാമൻ എന്ന് പറഞ്ഞാൽ രാമൻ എന്നാണ്. ഇങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. അനന്തൻ മാസ്റ്റർ സ്ഥിരമായിട്ട് എൻ്റെ ക്യാമ്പുകളിൽ പാടുന്നതാണ്. അനന്തൻ മാഷ്ക്ക് ഇത് ഫുൾ ബൈ ഹാർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കമന്റ് ഇട്ടപ്പോൾ അങ്ങനെ ഇട്ടത്. ഇപ്പൊ രാമായണ മാസം വരികയാണ്. ഞാൻ ഇത് ഇന്റർനാഷണൽ രാമായണമായിട്ട് ആഘോഷിക്കാനുള്ള ഇന്ന് 8 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിൽ നല്ല പ്രഗത്ഭന്മാരായിട്ടുള്ളവർക്കൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് C. രാധാകൃഷ്ണനാണ്. പത്മശ്രീ ആയിട്ടുള്ളവരൊക്കെയാണ് ഇതിനകത്ത് ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നത്. ഞാനാണ് പാഞ്ചജന്യത്തിന്റെ ചെയർമാൻ. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിന്റെ ചെയർമാനായിട്ട് കൈതപ്രോ ഒക്കെ ഉണ്ടാവും.
അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാനോ സംസാരിക്കാനോ പാടാനോ ഒക്കെ പറ്റുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെ സന്തോഷമുണ്ട്. ഉത്തര നല്ലൊരു വീഡിയോ, ഉത്തരല്ലേ നല്ല വീഡിയോ ഒക്കെ അയച്ചു തന്നത്. എവിടെയാണ്, ആരാ അയച്ചു തന്നത്? Yes, doctor. ആരാ അയച്ചു തന്നത്? ആരോ ഒരാൾ വീഡിയോ ആക്കിയിട്ട് ശ്രേയാണ്. ശ്രേയ അതിന്റെ സ്ക്രിപ്റ്റ് ശ്രേയ പറയുന്നതായിട്ടാണ് ഉണ്ടാക്കിയത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ. വളരെ നന്നായിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഐ എം ഗോയിങ് ടു സെൻഡ് ഇറ്റ് ടു ദ പ്രോഗ്രാം. ചിലപ്പോൾ അത് എവിടെയെങ്കിലും പ്ലേ ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ പലപ്പോഴും ഒരു ചെറിയൊരു അസൈൻമെന്റ് ആയിട്ട് തരുന്നത് ആ കോണ്ടെക്സ്ച്വലി നമ്പർ 1, ആരും കേൾക്കാത്തത്, ആരും അറിയാത്ത ചില സംഭവങ്ങളൊക്കെ ലോകത്തെ അറിയിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. ഗുഡ്. പിന്നെ come on. Doctor, can I ask a question? No, you wanted to present something, right? No, Okay. I prefer asking a question. Okay. Cream ranked Can I ask എന്നുള്ളത് തെറ്റായ ഇംഗ്ലീഷാണ്. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാൻ ഐ ആസ്ക്. ക്യാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ടോ എന്നാണ്. നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങളല്ലേ തീരുമാനിക്കുക, ആണോ അല്ലയോ? ഷാൾ ഐ ആണ് പെർമിഷൻ. ഷാൾ എന്നുള്ളത് ഇംഗ്ലീഷിൽ സാധാരണ ഇന്ത്യക്കാർ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ്. മിക്കവാറും വില്ലാണ് ഉപയോഗിക്കുക. തെറ്റാണ്. ഐ വിൽ കം എന്നാ പറയാം. ഐ വിൽ കം എന്ന് പറയുന്നത് തെറ്റായ വാക്കാണ്. നാളെ ഞാൻ ഉണ്ടാവോ നിങ്ങൾ ഉണ്ടാവോ? ഐ വിൽ മീറ്റ് യു ടുമാറോ. എന്താ ഗ്യാരണ്ടി ഇപ്പം ഞാൻ നാളെ ഉണ്ടാവുന്നു? നിങ്ങൾ ഉണ്ടാവുന്ന എന്താ ഗ്യാരണ്ടി? ഞാനും നിങ്ങളും ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസിൽ ഷാൾ എന്നേ ഉപയോഗിക്കാവൂ. അത് അഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാകുമ്പോഴാണ് വില്ല് പറയാം. സൺ വിൽ റൈസ് ടുമാറോ. നാളെ എന്തായാലും സൂര്യൻ വരുന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് കാര്യം പറയുമ്പോഴേ വില്ല് ചേർക്കാവൂ. ക്യാൻ എബിലിറ്റി ആണ്. പെർമിഷൻ ഷാളാണ്. അതിനേക്കാളും നല്ല പെർമിഷൻ ചോദിക്കാനുള്ളത് മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്നാണ്. പക്ഷെ എൻ്റെ അടുത്ത് അത് വേണമെന്നില്ല, കാരണം ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഇരിക്കുന്നത്. അപ്പൊ മേ ഐ ആസ്ക്, ക്യാൻ ഐ ആസ്ക്, ഷാൾ ഐ ആസ്ക് ഒന്നും വേണ്ട. സ്ട്രേറ്റ് അവേ ആസ്ക്. ഞാൻ സാധാരണ പറയാറുണ്ട്, മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഷാൾ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ യെസ് യു ഹാവ് ഡൺ ഇറ്റ്. കാരണം ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഈസ് എ ക്വസ്റ്റ്യൻ. നോ, സോ യു ഷുഡ് ആസ്ക് ഷാൾ ഐ ആസ്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടി വരും. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു വിത്തൗട്ട് പെർമിഷൻ. ദെൻ വൈ ഷുഡ് യു ആസ്ക് ഫോർ എ പെർമിഷൻ? ഡോണ്ട്. യു ആർ ഹിയർ ടു ആസ്ക്. പല പ്രാവശ്യം പറഞ്ഞു യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ, യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യണം? You could immediately ask question. Yeah. അപ്പം കീമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗവൺമെന്റ് കോളേജസിലും കൂടുതൽ പ്രോബിലിറ്റി പ്രൈവറ്റ് കോളേജസിൽ കിട്ടാനാണ്. ഈസിയാണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം നിയറസ്റ്റ് ആയിട്ട് പ്രൈവറ്റ് കോളേജസിലാണ് സാധ്യത ഉള്ളത്. അപ്പം പക്ഷെ പ്രൈവറ്റ് കോളേജസിൽ ജോയിൻ ചെയ്യുമ്പം അവിടുത്തെ എക്സ്പോഷറും പിന്നെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും ഇൻഡസ്ട്രിയൽ നോളജ് ഉള്ള ഫാക്കൽറ്റി ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതെവിടെയും ഉണ്ടാവില്ല. കേരളത്തിൽ എവിടെയും ഇൻഡസ്ട്രി എക്സ്പോഷർ ഉള്ള ഒരു ഫാക്കൽറ്റിനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടാവില്ല. അപ്പം പിന്നെ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ പ്രൈവറ്റും ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ നോക്കിയാൽ കുറച്ചെങ്കിലും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് വേറെ എന്തൊക്കെയോ വിട്ടുപോയി തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുന്നവർ പ്രൈവറ്റിലേക്കാണ്. നമ്പർ 2, ഈ എക്സ്പോഷർ ഒന്നും കോളേജ് തരുന്നതല്ല, കുട്ടികൾ അവനവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഇനീഷ്യേറ്റീവ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇന്റേൺഷിപ്പും കോണ്ടാക്റ്റും ഒക്കെ. ഒരു നല്ല ഗ്രൂപ്പ് ഉണ്ടായാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്തവരായിരിക്കും കോളേജിൽ, അത് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും. ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് 3rd ഇയറോ 4th ഇയർ ഉള്ള ഇലക്ട്രോണിക്സ് സ്റ്റുഡൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻ നോക്കിയാൽ കാണാം, ഒരു ഇന്റേൺഷിപ്പും ചെയ്തിട്ടില്ല, ഒരു പ്രോജക്റ്റും ചെയ്തിട്ടില്ല. അയാൾക്ക് തന്നെ അറിയാം ഇതൊക്കെ ഫേക്ക് ആയിട്ട് ഹുക്കപ്പ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഉണ്ടാക്കി കൊടുക്കുക. കാശ് കൊടുത്ത് മേടിക്കാൻ
5,000 റുപ്യ കൊടുത്താൽ റിപ്പോർട്ട് എഴുതി തരുന്നവരാണ് ബിടെക്കുകാർ കേരളത്തിൽ മിക്കവാറും സബ്മിറ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ടു ആ വീഡിയോ അതെ ഡോക്ടർ അതെ കേസിനെ. yeah. അപ്പൊ അതില് ബെറ്റർ ഗ്രൂപ്പിൽ പോയിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പ്രൊജക്ട് ചെയ്യാനാ പറയുന്നത്. അല്ലാതെ അത് ഞാൻ പറഞ്ഞാലും എൻ്റെ അടുത്ത് തിരിച്ചു വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഓ എന്നാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വല്ല പ്രോജക്റ്റും തരുമോ എന്ന് ചോദിച്ചാൽ അവർ വരുമൊന്നുമില്ല. അപ്പൊ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഡോക്ടർ പ്രൊജക്ട്സ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പ്രോജക്റ്റ് പ്രൊവൈഡ് ചെയ്യോ അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് നിങ്ങൾ മെറിറ്റ് ഉള്ളവരാണെങ്കിൽ റെഫർ ചെയ്യും. ഓ ഓക്കെ. മനസ്സിലായോ? അങ്ങനെ റെഫർ ചെയ്തിട്ട് നല്ല കമ്പനികളിലെ ഇപ്പൊ ഞാനിപ്പോ ഒരു സയന്റിസ്റ്റ് ആണെന്ന് വിചാരിക്കാം, സർവീസിലിരിക്കുന്നത്. ഞാനൊരു സ്റ്റുഡന്റിനെ എടുക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ താല്പര്യം വേണ്ടേ? ആ താല്പര്യം കൂടെ ഉണ്ടാകുമ്പോഴല്ലേ ഐ ക്യാൻ ടേക്ക് യു ആസ് മൈ സ്റ്റുഡന്റ്. അതെങ്ങനെ അറിയാം? അതറിയുന്നത് കോളേജ് ആ എക്സ്പേർട്ടിനെ നിങ്ങളുടെ കോളേജിലേക്ക് ലെക്ചറിന് വിളിക്കുമ്പോഴൊക്കെയാണ്. ആ ഒരു കൊളാബറേഷൻ കോളേജും ഏതെങ്കിലും ഇൻഡസ്ട്രി എക്സ്പേർട്സുമായിട്ട് ഉണ്ടാവുമ്പോഴാണ് ആ ഇൻഡസ്ട്രിയിലേക്ക് പ്രോജക്റ്റിന് കൊടുക്കുക. അതൊന്നുമില്ല കേരളത്തിൽ. അങ്ങനെ ഒരു കോളേജ് അല്ല ജോയിൻ ചെയ്യാൻ ഇവിടെ അടുത്തുള്ളതെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന. കോളേജ് ഈസ് നോട്ട്, കോളേജ് എന്ന് പറയുന്നത് ബിൽഡിങ്ങും ഫാക്കൽറ്റിയും ലാബോറട്ടറിയും മാനേജ്മെന്റും അല്ല. കോളേജ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഐ ആം യുവർ ടീച്ചർ. എൻ്റെ സാലറി വരുന്നത് നിങ്ങളുടെ ഫീസിൽ നിന്നാണ്. സോ സ്റ്റുഡൻസ് ആർ പേയിങ് ദ ടീച്ചേഴ്സ്. സോ ടീച്ചേഴ്സ് ആർ the servants of the students. നേരെ തിരിച്ചല്ല. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ടീച്ചറും കോളേജും ലൈബ്രറിയും ലാബും പ്രിൻസിപ്പളും മാനേജ്മെന്റും ഒക്കെ ഉണ്ടാവുന്നത് എപ്പോഴാ? സ്റ്റുഡൻസ് അവിടെ എത്തുമ്പോഴാണ്, സ്റ്റുഡൻസ് പേ ചെയ്യുമ്പോഴാണ്. ചില പ്രിൻസിപ്പൽമാരുടെയൊക്കെ ഗമ കണ്ടു കഴിഞ്ഞാൽ അവരാണ് ഇതൊക്കെ ഭരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ഞാൻ എല്ലാ ടീച്ചേഴ്സ് ക്ലാസ്സിലും പോയിട്ട് പറയാറുള്ളത് ടീച്ചേഴ്സ് ആർ ദ സർവൻസ്, സ്റ്റുഡൻസ് ആർ അവർ മാസ്റ്റേഴ്സ്. അപ്പൊ ആ ബോധം വേണം. നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം, നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കണം, എന്നിട്ട് ഡേ 1 മുതൽ വർക്ക് ചെയ്യണം. അതാണ് വേണ്ടത്. മനസ്സിലാവുണ്ടോ? അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കലാണ് കോളേജിന്റെ. ഇപ്പൊ ഞാൻ പയ്യന്നൂർ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടത്തേക്കുള്ള റോഡ് മഹാമോശമായിരുന്നു. കുറേ പ്രാവശ്യം MLA MP എല്ലാവരോടും പറഞ്ഞു, ഒന്നും നടക്കാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കോളേജിലെ കുട്ടികളെ കൊണ്ട് റോഡ് റിപ്പയർ ചെയ്യിപ്പിച്ചു. കോളേജിലെ കുട്ടികളെ കൊണ്ട് NSS വെച്ചിട്ട് റോഡ് റിപ്പയർ ചെയ്യുന്നതിനേക്കാളും ലാഭമാണ് ഒരു JCB വിളിച്ചിട്ട് മണ്ണിടാൻ. കാരണം 4 ബസ് ഓടിച്ചാലാണ് എനിക്ക് പിള്ളേരെ കുറേ സ്ഥലത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുക. ആ 4 ബസ് ഓടുമ്പോൾ തന്നെ 20,000 റുപ്യ ചിലവാകും. യു അണ്ടർസ്റ്റുഡ്? മിനിമം 5,000 റുപ്യ വെച്ച് കൂട്ടിയാൽ ഈ പിള്ളേർക്കുള്ള ടിഫിൻ മേടിച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാളും കാശ് ചിലവാകും. എന്തിനാ അത് ചെയ്യുന്നത്? ഈ കുട്ടികൾക്കൊരു സാമൂഹ്യ ബോധം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ സോഷ്യൽ സർവീസ് എന്നൊക്കെ പറയുന്നത് കുട്ടികളിലേക്ക് ബോധം ഉണ്ടാക്കാനാണ്, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോളേജിലുള്ള എല്ലാ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് അവർ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഇനി കീമിന്റെ റാങ്ക് ഒക്കെ മാറും. ഇപ്പം കേസ് വന്നിട്ടുണ്ടല്ലോ. Greetings, doctor. Yeah. I am here to present my one single question. What would be your point of view of an ideal human being and his or her characteristics? ഐഡിയൽ ഹ്യൂമൻ ബീയിങ് എവിടെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല. ഐഡിയൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും ഉണ്ടാവുമോ? വളരെ നോർമലായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം നമ്മൾ ഏറ്റവും വലിയ മഹാനായിട്ടുള്ള മഹാത്മാഗാന്ധിയെ എടുത്തു കഴിഞ്ഞാൽ ഹി വാസ് എ ഗ്രേറ്റ് നാഷണലിസ്റ്റിക് ലീഡർ. ബട്ട് ഗാന്ധി മൈ ഫാദർ എന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഹി വാസ് എൻ അട്ടർ ഫെയിലിയർ ആസ് എ ഫാദർ. കാരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ മകൻ നല്ല പ്രാസംഗികനായിരുന്നുണ്ടെങ്കിൽ പോലും ആ പ്രാസംഗികനെ ലണ്ടനിലേക്ക് അന്ന് സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ പോണ്ടാന്ന് പറഞ്ഞു അച്ഛൻ. കാരണം ഗാന്ധിയുടെ മകനായതുകൊണ്ട് സെലക്ട് ചെയ്യപ്പെട്ടതാണെന്ന് തോന്നുന്നു വിചാരിച്ചിട്ട്. നമ്മൾ ഐഡിയലാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലോക്കൽ ക്ലാസ്സിൽ മാത്രമേ യാത്രയുള്ളൂ, ഫസ്റ്റ് ക്ലാസ്സിൽ യാത്രയില്ല എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ലോക്കൽ
ക്ലാസ്സിലുള്ള യാത്രക്ക് വേണ്ടിയിട്ട് ആ ട്രെയിനിനെ ചെലവാക്കുന്ന കാശുണ്ടെങ്കിൽ അയാൾ ഹയർ ക്ലാസ്സിൽ അതിൻ്റെ 1000-1 പൈസക്ക് ഫ്രീ പോകാൻ പറ്റിയേനെ. കാരണം സംടൈം ഷോയിങ് ദാറ്റ് സംബഡി ഈസ് വെരി ലോക്കൽ ആൻഡ് പുവർ ആൻഡ് നാച്ചുറൽ ആൻഡ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പണിയാ ചെയ്യേണ്ടി വരും. മനസ്സിലാവുണ്ടോ? ഇപ്പൊ പ്രൈം മിനിസ്റ്റർ 10 മിനിറ്റ് നടന്നിട്ട്, അപ്പൊ ഇന്ന് ബന്ദാണെന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്റ്റർ നടന്നിട്ട് പോകുന്നതിന്റെ പടം കാണിച്ചു. അയാൾ സാധാരണ കാറിൽ പോയാൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടാൻ സാധാരണ പോലീസ് പൈലറ്റോട് കൂടി ചെലവാകുന്നതിന്റെ 100 ഇരട്ടി ചെലവായിട്ടുണ്ടാവും. ഇന്ന് അയാൾ നടന്നു പോകുമ്പോൾ 1 കിലോമീറ്റർ അയാളുടെ പിന്നാലെ എല്ലാ ടി വിക്കാരും പത്രക്കാരും ആൾക്കാരും ഒക്കെ നടന്നു പോയി. ആ സ്പീഡിൽ പോകുന്ന സമയത്ത് 2 മിനിറ്റേ അവിടെ ട്രാഫിക്കിനെയൊക്കെ നിർത്തുള്ളൂ. ഒരാൾ നടക്കാൻ തീരുമാനിച്ചാലോ ഇല്ലേ? ഇന്ത്യ ഒട്ടുമുക്ക് നടന്നിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ മഹാത്മാഗാന്ധി വളരെ ഐഡിയലിസ്റ്റിക് ആണെന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ശങ്കരാചാര്യർ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ആവാം, പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും മക്കളെ കിട്ടിയില്ലല്ലോ ആ സമയത്ത്. ഒറ്റ മോനെ ഉണ്ടായിട്ടുള്ളൂ. പ്രാർത്ഥിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് ശങ്കരാചാര്യർ. അച്ഛനും അമ്മയ്ക്കും കുട്ടിയാവാൻ വേണ്ടിയിട്ട് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്. പക്ഷെ അത് അയാൾ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള മകനായിരുന്നില്ല. അപ്പം റോൾ ഗോൾ വാല്യൂസ് ഡോക്ടർ TPS നടിച്ച കുറേ ലെക്ചേഴ്സ് കേൾക്കാം. ഈ 3 കാര്യങ്ങളെ ബാലൻസ് ചെയ്യലാണ് ലൈഫ്. എനിക്കൊരു റോൾ ഉണ്ട്, എനിക്കൊരു ഗോൾ ഉണ്ട്, എനിക്കൊരു വാല്യൂ ഉണ്ട്. വാല്യൂസ് ആണ് ഐഡിയൽ എന്ന് പറഞ്ഞ അർത്ഥം കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഞാൻ വാല്യൂ ഐ വിൽ ഹാവ് ടു പുട്ട് ഇറ്റ് ഡൗൺ. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ റോള് നന്നാക്കാൻ വേണ്ടിയിട്ട്. വാല്യൂ കുറച്ച് ഡൈല്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വലിയ വാല്യൂ സിസ്റ്റംസ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളും ഇടപെടുന്ന ആൾക്കാരോട് നമുക്ക് ആവശ്യമുള്ള അവർക്കുള്ള ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കൊടുക്കാൻ സാധിക്കാത്ത സമയത്ത് നമ്മൾ വി ആർ ആക്ച്വലി മിസ്സിങ് എ ബിഗ് ചാൻസ്. ആ റോള് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും. നമ്മൾ റോള് വളരെ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ നമ്മുടെ ഗോള് ചിലപ്പോൾ ഡൈല്യൂട്ട് ആവും. ഇപ്പൊ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് വലിയൊരു ജോബിലെത്താനാണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ്, അല്ലെങ്കിൽ ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റോൾ ഉണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് എൻ്റെ പേഴ്സണലി പല റോളുകളും ഞാൻ സറണ്ടർ ചെയ്തിട്ടാണ് ചെയ്യണത്. ഐ മേ നോട്ട് അറ്റൻഡ് സോഷ്യൽ ഫങ്ഷൻസ്. കുറെ വാല്യൂ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും കാണാൻ വരണം എന്ന് പറയുമ്പോൾ കാണണ്ടെന്ന് പറയും. ഐ കനോട്ട് മീറ്റ് യു അങ്ങനെ പറയാലോ ചിലപ്പോൾ. അതുകൊണ്ട് ഒരാൾക്ക് കാണണം എന്നുള്ള അവരുടെ ഒരു ഫീലിങ്ങിനെ പ്രോബബ്ലി ഐ ആം പുട്ടിങ് ഇറ്റ് ഡൗൺ. ഇപ്പോൾ റോള് ഞാൻ ഡൈല്യൂട്ട് ചെയ്യും. റോൾ ഗോൾ വാല്യൂസ് ഇത് ബാലൻസ് ചെയ്യലാണ് ലൈഫ്. അത് ഐഡിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡിയൽ ആവണം എന്നില്ല. രാമൻ ഭർത്താവ് എന്നുള്ള നിലയിലുള്ള റോള് ഡൈല്യൂട്ട് ചെയ്തിട്ട് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് കാട്ടുപോയി, അല്ല അച്ഛനല്ല രാജാവ് പറയുന്നത് കേട്ടിട്ട് കാട്ടുപോയി. അച്ഛൻ രാജാവ് അല്ലെങ്കിൽ കേൾക്കണമെന്നില്ല. അച്ഛൻ രാജാവായത് കൊണ്ടാണ് രാമൻ അച്ഛൻ പറഞ്ഞത് കേട്ടത്. അതല്ലെങ്കിൽ ഭാര്യ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. അപ്പൊ അയാൾ ബാലൻസ് ചെയ്തു. എന്ത്? രാജാവ് പറയുന്നത് കേൾക്കണോ ബന്ധുക്കൾ പറയുന്നത് കേൾക്കണോ? അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു രാജാവ് പറയുന്നതാണ് കേൾക്കേണ്ടത്. അത് അയാളുടെ വാല്യൂ സിസ്റ്റം, അയാളുടെ റോള്, ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നതാണ് ജീവിതം. ആ ധർമ്മപുത്രരാണ് ഏറ്റവും നല്ല പുത്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടല്ലോ. റോളും ഗോളും വാല്യൂവും തമ്മിൽ ബാലൻസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അബദ്ധത്തിൽ ചാടുക. അപ്പൊ ക്വൈറ്റ് പോസിബിൾ. യാ, വെരി ഡിഫിക്കൽട്ട്. Doctor, യാ, ഉത്തര. Doctor, I have a question to ask. Whenever I ask question to dignified profile, I feel very nervous. So that how can I overcome that? ചോദ്യം ചോദിക്കുന്നതിന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. യു ആർ നോട്ട് ക്വസ്റ്റ്യനിങ് ദം, യു ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പലരും പറയുന്നത് തെറ്റായിട്ടാണ് പറയാറുണ്ട്. ഐ ആം ആസ്കിങ് ക്വസ്റ്റ്യൻ. അതുപോലെ റിക്വസ്റ്റ് ചെയ്താൽ മതി. ആ റിക്വസ്റ്റ് മോഡാണ്, ആ ഒരു മോഡിലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബാഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. യു ഡോണ്ട് ഹാവ് ടു തിങ്ക്. ആ എബിലിറ്റി നല്ലപോലെ ഉണ്ടാവും.
റിക്വസ്റ്റ് മോഡിൽ ചോദിക്കാം, അത്രേ വേണ്ടൂ. ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ ഇഷ്ടം, പക്ഷെ ക്വസ്റ്റ്യൻ ആർക്കും ചോദിക്കാമല്ലോ. പക്ഷെ ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വർത്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് വലിയൊരു കഴിവ്. അതിന് നല്ല കഴിവ് വേണം, നല്ല ചോദ്യം ചോദിക്കാൻ. നമസ്തേ ഡോക്ടർ ടി പി എസ് സി. ഞാൻ ഇന്ന് ഡോക്ടർ ടി പി എസ് സിയുടെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു, ഈ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടുള്ള. YYCI നല്ലൊരു യൂസ്. യെസ് യു ക്യാൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ലണ്ടനിലുള്ള അവരിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്. ദേ ആർ റണ്ണിങ് എ യൂണിവേഴ്സിറ്റി. അപ്പം ആ ഒരു വീഡിയോയില് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതില് ഡോക്ടർ ടി പി എസ് സി പറയുന്നുണ്ടായിരുന്നു, നോട്ട് കോമ്പീറ്റ് ബട്ട് കോ എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കോമ്പറ്റീഷൻ മൈൻഡോടെ പ്രവർത്തിക്കല്ല, എല്ലാവരായിട്ടും കോ എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പം റിയൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ, ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എക്സാംസ് ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആ ഒരു മത്സര ബുദ്ധി ആയിട്ടാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ അതിനെയൊക്കെ കോമ്പറ്റേറ്റീവ് മൈൻഡോടെ കാണണം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ജോലിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇന്ത്യയെ സർവ് ചെയ്യണം. നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് കോമ്പറ്റേറ്റീവ് എക്സാം എന്നാ പറയാം. കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും MBBS കൊടുക്കാനോ പഠിപ്പിക്കാനോ, MBBS ആകണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരെയും അതിനകത്ത് ഇരുത്തി പഠിപ്പിക്കാൻ പറ്റുമോ? ഓരോരാളെയും ഡോക്ടറാക്കാൻ ഗവൺമെന്റ് ചെലവഴിക്കുന്ന 1 കോടിയിലധികം രൂപയാണെന്ന് മനസ്സിലാക്കുക. കാരണം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കലും എക്യുപ്മെന്റ് സ്ഥാപിക്കലും പ്രൊഫസർമാരുടെ ശമ്പളവും ഓരോ പേഷ്യൻസിനെയും അറ്റ് റിസ്ക് പ്രസന്റിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഡോക്ടർ, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പൊ അത് പറ്റാത്തത് കൊണ്ടാണ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. റേഷനിങ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റിംഗ് എന്ന് പറയുന്നത് പലതരത്തിൽ ചെയ്യാം. ഓക്കെ, ഒന്ന്, എനിക്ക് നമ്പർ ഓഫ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന സീറ്റ് കുറവാകുമ്പോൾ അതിനെ റേഷനിങ് എന്നാ പറയാം. അതിൽ ആവശ്യമുള്ളവരെ ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു കോമ്പറ്റീഷൻ വെക്കണം. എന്തിനാ കോമ്പറ്റീറ്റീവ് എക്സാംസ് നടത്തുന്നത്? +2 പരീക്ഷ മാർക്ക് മാത്രം നോക്കിയിട്ട് കൊടുത്താൽ പോരെ? വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാൻഡേർഡാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ, വ്യത്യസ്തമായ സ്കൂള്, വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്നവരെ ഒരേ ലെവലിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അതിനുള്ള പ്രീ ക്വാളിഫയിങ് എക്സാമിന് ഇല്ലാത്തത് കൊണ്ട് വി കണ്ടക്ട് എക്സാമിനേഷൻ. അതിനെ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പേരിടേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീറ്റീവ് എക്സാം. എക്സ്പാൻഷൻ ഒന്ന് പറഞ്ഞു നോക്ക്. നീറ്റ് എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താ? എലിജിബിലിറ്റി ടെസ്റ്റ് എന്നേ അതിന് പേരുള്ളൂ. എന്താ കാരണം? അവിടെ പഠിപ്പിക്കുന്നത് മനസ്സിലാകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് അറിയാനാണ്. വളരെ കാഷ്വൽ ആയിട്ട് പറയുമ്പോഴാണ് കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് നമ്മൾ പേരിടുന്നത്. ഒന്നും കോമ്പറ്റീറ്റീവ് എക്സാംസ് അല്ല. വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുള്ള പേരായതുകൊണ്ട് കോമ്പറ്റീറ്റീവ് ഇടുന്നതാണ്. കീം എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയാ കോമ്പറ്റീറ്റീവ് എന്നുള്ള പേരുള്ളത്? എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ്. ആണോ അല്ലയോ? അപ്പൊ കോമ്പറ്റീറ്റീവ് എക്സാംസ് അല്ല, അതൊന്നും അത് തെറ്റായി ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ വാക്കുകൾ വളരെ കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നർത്ഥം. So they are not competing. We are not competing with anybody. We are only, or they are only testing whether eligible for learning that program. Okay, എബ്രോഡിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരായാലേ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് IELTS എക്സാമും ഒക്കെ നടത്തുന്നത്. ടോഫൽ, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് എന്നാണ്. എന്തിനാ നടത്തുന്നത്? അവിടെ പോയാൽ ഈ ഫോറിൻ ലാംഗ്വേജ് അറിയാത്ത, ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അത് മനസ്സിലാവുമോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ അങ്ങോട്ട് അയക്കാവൂ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. അതിനെ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് അറിയാതെ പേരിട്ട് പോയതാണ്. ഓക്കെ, അതിൽ നല്ല രസകരമായ കുറേ വൊക്കാബുലറീസ് ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ആരോ പറഞ്ഞു ഐ ആം എ റിപ്പീറ്റർ. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത റിപ്പീറ്റർ, 3 പ്രാവശ്യമായ സൂപ്പർ റിപ്പീറ്റർ. എന്ത് മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്കൂ. അട്ടർ ഫെയിലിയർ എന്നൊക്കെയല്ലേ ഇടേണ്ടത്. ആദ്യത്തെ ബാച്ചിൽ ഫെയിൽഡ് ബാച്ച് എന്നിടുക, രണ്ടാമത്തേന് തറോലി ഫെയിൽഡ് എന്നിടുക, മൂന്നാമത്തേല് അട്ടർ ഫെയിലിയർ ഗ്രൂപ്പ് എന്നിടുക, അല്ലേ? ചത്തൊടുങ്ങിയ
ആൾക്കാർ കീമിന് പോകുന്നു എന്നൊക്കെയാണ് 4 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്താൽ പറയേണ്ടത്. ഇതൊക്കെ സൂപ്പർ സൂപ്പർ എന്നാണ് പേര്. എന്ത് ഗമേല പറയുന്ന അറിയാം. ഐ എം എ സൂപ്പർ റിപ്പീറ്റർ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പർ എന്ന അർത്ഥം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറികളുടെ പിന്നെ പരാജയം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സോ ദേ ആർ നോട്ട് സൂപ്പർ, ദേ ആർ അട്ടർ ഫെയിലിയർ റിപ്പീറ്റേഴ്സ് എന്നൊക്കെയാണ് ഇടേണ്ടത്. പക്ഷെ അങ്ങനെ ഇട്ടാൽ ആരും അങ്ങോട്ട് പോവില്ല കാശ് കൊടുത്തിട്ട്. കാരണം ഈ 1.5 ലക്ഷം റുപ്യ കൊടുത്തിട്ടൊക്കെയല്ലേ അവിടെ ചേരുന്നത്. ഇതാണ് സ്ഥിതി. So it's not competing. When you attend an interview, it's not competing. They are only testing you whether you are eligible for doing that job. നിങ്ങൾക്ക് റിസർച്ച് ഓറിയന്റേഷൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്താലേ എനിക്ക് നിങ്ങളെ റിസർച്ച് പൊസിഷനിൽ ഇരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ടീച്ചിങ്, നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷന് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോയാൽ ഇന്റർവ്യൂ ഒന്നല്ല ഞാൻ ചെയ്യുക സാധാരണ. ഞാൻ ഏതെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം 1 മണിക്കൂർ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ മോക്ക് ക്ലാസ്സുകളാണ് കൊടുക്കുക. ആ ക്ലാസ്സിൽ നമ്മളും ഇരിക്കും, അതിന്റെ കുറച്ച് ചോദ്യം ചോദിക്കും, അത്ര മനസ്സിലാവുണ്ട്. അത് നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് വലിയ കഴിവൊന്നും വേണ്ട. നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളെ ക്വാളിഫിക്കേഷനെ ബാധകമല്ല എന്ന് ഞാൻ പറയാം സാധാരണ. ഇപ്പൊ പലരും ഐ ആം ഫസ്റ്റ് റാങ്ക്, ഐ സെഡ് ഐ ഡോണ്ട് കെയർ, ഗോ ആൻഡ് ടീച്ച് ഇൻ ദ ക്ലാസ് ആൻഡ് സീ, ലെറ്റ് us see whether you are eligible to teach perfectly or not. That's good enough. ഇപ്പൊ നമ്മൾ എന്ത് സ്കില്ലാണോ ഉള്ളത് അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ റെപ്രസെന്റേഷൻ ആണ് വേണ്ടത്. അതാണ് സാധാരണ ചെയ്യുക. അതിനാണ് ഈ ചില ജോലിക്കൊക്കെ എടുക്കുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനും ഒക്കെ കൊടുക്കുന്നത്. നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളാണോ, ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുന്ന ആളാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ടെസ്റ്റിനും അതിൻ്റെതായ കാരണം. ഇന്നോ ഇന്നലെ കണ്ട് ഞാനൊരു ഇന്റർവ്യൂവിൻ്റെ ഒന്ന് ഇട്ടിട്ടുണ്ട്, അത് വരും. അതിനകത്ത് ഐ എം എക്സ്പ്ലെയിനിങ് ആക്ച്വൽ ഹൗ ടു കണ്ടക്ട് ഇന്റർവ്യൂസ്. എൻ്റെ MBA HR-ലാണ്. അപ്പോൾ അതിനകത്ത് നോളജ് മാനേജ്മെന്റ് ആണ് എൻ്റെ സബ്ജക്ട്. എങ്ങനെ ഒരാളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ അതോറിറ്റേറ്റീവലി ഒരു പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഓക്കെ, യാ ഡോക്ടർ, ഒരു ക്വസ്റ്റ്യനും കൂടി. ഡോക്ടർ, അതില്ലേ നമ്മൾ ഇപ്പൊ UPSC-യുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റാങ്കേഴ്സിന് എടുക്കുമ്പോൾ അവര് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. റിപ്പീറ്റേഴ്സ് ആയിരിക്കും, ഇവർക്ക് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും കിട്ടണം. അപ്പൊ നമ്മളും ഈ ഒരു ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമ്മളും ഇതുമാതിരി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ എടുക്കണം എന്നുണ്ടോ? ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടല്ലേ ഇത് ചോദിക്കുന്നത്? അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുന്ന അവർക്ക് കാശ് കൊടുത്തിട്ടൊക്കെയാണ്. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ 1 ലക്ഷം റുപ്യ തരാന്ന് പറയും. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാത്തവർക്ക് കിട്ടുന്നതിന്റെ ലിസ്റ്റും അറിയണം നിങ്ങൾ. ഓക്കെ, ഇവരിൽ പലരും ആദ്യത്തെ അപ്രോച്ചിൽ ചിലപ്പോൾ IRS കിട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത അപ്പിയറൻസിൽ IAS കിട്ടിയിട്ടുണ്ടാവുക. അവർ പണ്ടെപ്പോഴോ ആദ്യത്തെ കോച്ചിങ് സെന്ററിൽ പോയവരും പറയും എൻ്റെ സ്റ്റുഡൻറ്റിന് ഇപ്പോൾ IAS കിട്ടിയത്. അപ്പൊ അതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് അവർ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവിടെ റിപ്പീറ്റ് ചെയ്തോ, ഏത് ബാച്ചിലാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കരുത്. അഡ്വർടൈസ്മെന്റ്സ് ആർ നോട്ട് ഓൺലി അഡ്വർടൈസ്മെന്റ്സ്. ഇതിനെപ്പറ്റി അധികം വിശ്വാസം വേണ്ട. നമ്മൾ പോണോന്നല്ല, ഇയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. പഠിക്കാൻ താല്പര്യമുള്ളവർ കോച്ചിങ്ങിന് പോകണമെന്നില്ല. കോച്ചിങ് മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്താൽ മതി. അവിടെ പഠിപ്പിക്കുന്നവർക്ക് വലിയ വിവരമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏത് കോച്ചിങ് സെന്ററിന്റെയും ഒരു അപാകത എന്താ വെച്ചാൽ അവരെല്ലാവർക്കും വേണ്ടിയിട്ടാണ് വിളമ്പുക. നമ്മുടെ ഇലയിട്ടിട്ടുള്ള സദ്യ പോലെയാണ്. അയാൾ അങ്ങോട്ട് വിളമ്പി പോവും. എനിക്ക് അച്ചാർ ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും നോ എന്നൊന്നും പറയാൻ അധികാരമില്ല. അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് പോവും. വേണ്ടാത്തൊക്കെ കളയുക, ബാക്കിയുള്ളതൊക്കെ കഴിക്കുക. ഡയറക്ഷൻ അല്ലെങ്കിൽ മെന്ററിംഗ് എന്നൊക്കെ പറയുന്നത് ബഫേ പോലെയാണ്. നിങ്ങൾ കൗണ്ടറിൽ വന്നാൽ മാത്രം സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. അതാണ് ബഫേ ആണ്. കുറച്ചും കൂടി വേസ്റ്റ്ഫുൾ അല്ലാതെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, രണ്ടത്തിന് അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കീമിന്റെ എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റിന്റെ എൻട്രൻസിനാ പോകുന്നത് വിചാരിക്കാം. അവിടെ മാത്ത്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി 3ഉം പഠിപ്പിക്കും. പക്ഷെ നിങ്ങൾക്ക് ബയോളജി ഫുള്ളായിട്ട് അറിയാം, കെമിസ്ട്രി ഫുള്ളായിട്ട് അറിയാം, ഫിസിക്സ് മാത്രമേ വേണ്ടൂ. അങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും റിപ്പീറ്റ് സെന്ററിലോ റിപ്പീറ്റ് സെന്ററിലോ പോകാൻ പറ്റുമോ? കോച്ചിങ് സെന്ററിൽ പോകാൻ പറ്റുമോ? നിങ്ങൾ എല്ലാ ക്ലാസ്സിലും ഇരിക്കണം. ഇപ്പൊ ഇന്ന് ആലുവയിലുള്ളൊരു കുട്ടി ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ചേർന്നിട്ട് കാര്യമില്ല, വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷെ എന്നാലും
പോയിട്ട് എന്ത് ചെയ്തു, ഇന്ന് 3 മണിക്ക് ഫോൺ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വീട്ടിൽ പോകുമ്പോഴേ ഫോൺ കിട്ടുള്ളൂ. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഫോൺ സറണ്ടർ ചെയ്യണം എന്നാണ് നിയമം. മനസ്സിലാവുണ്ടോ? ഈ നിയമങ്ങൾ കൊണ്ട് അവരെ പഠിക്കുന്ന എന്താണ്? അവിടെ അവർക്ക് എന്താണോ കൊടുക്കാൻ സാധിക്കുന്നത് അതൊക്കെ കൊടുക്കും. ഇലയിട്ട് വിളമ്പുന്ന പോലെയാണ്. എനിക്കെന്താണോ ആവശ്യം, ഏത് ചാപ്റ്റർ ആണോ പഠിക്കേണ്ടത്, അതുപോലും കണ്ടുപിടിക്കാൻ ഈ പ്രായത്തിൽ ഒരാൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ സ്പൂൺ ഫീഡിങ്ങിന് പോയിട്ട് എന്താ കാര്യം? അങ്ങനെയുള്ളവരാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ MBBS കഴിഞ്ഞ് പിന്നെയും പോവും സ്പൂൺ ഫീഡിങ്ങിന്. എന്നിട്ട് 4 കൊല്ലം 5 കൊല്ലം കഷ്ടപ്പെടും അവിടെ പോയിട്ട്. അങ്ങനെയുള്ളവരൊക്കെ അറിയാം നമുക്ക്. അത് കേരളത്തിന്റെ ഒരു ദുരവസ്ഥ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. യാ Greetings, Dr. TPS. One more question. യാ ഇതെന്താ ഈ 2-3 പേർക്ക് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാനുമായിട്ടൊരു G-Meet വെച്ചാൽ പോരെ? അതെപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചൂടെ നിങ്ങൾക്ക്? കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് 2-3 പേർക്ക്. അവരെപ്പോഴെങ്കിലും ഒരു G-Meet വിളിക്കാം. ബാക്കിയുള്ളവർക്കൊന്നും ചോദിക്കാനില്ല. പിന്നെ നമ്മളെന്തിനാ നിങ്ങളുടെയൊക്കെ ടൈം വേസ്റ്റ് ചെയ്യണാവോ? യാ ചോദിച്ചോളൂ വിഷ്ണു, കാരണം വേറെ ആരും ഇല്ല ഇവിടെ ചോദിക്കാൻ പറ്റുള്ളവർ. Do you think academic and other higher education systems nowadays disfigure the minds of students to compete for a better life and have discarded the idea of acquiring knowledge? ഇല്ല, അത് എല്ലായിടത്തും അങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും നല്ല കുട്ടികളെ നമ്മൾ കാണും. നവഡേയ്സ് ഓൾസോ വി സി ഹു ആർ ഓൾ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്, റിയലി ഇൻട്രസ്റ്റഡ് ഇൻ എക്വയറിംഗ് നോളജ്. ആ എക്വയറിംഗ് നോളജിന്റെ മോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവര് ദേ ഡോണ്ട് ഗോ ടു ദ പ്രൊഫസേഴ്സ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. They themselves have lot of avenues. Okay, they can travel, they can learn so many things. എന്നോട് ചോദിച്ചാൽ ലോകത്തുള്ള പല രാജ്യങ്ങളിലുള്ള ഭക്ഷണത്തിന്റെ ശീലങ്ങൾ എനിക്കറിയാം. ഞാൻ അവിടെയൊക്കെ പോയിട്ടൊന്നുമല്ല. വൺ ഓഫ് മൈ ഹോബി ഈസ് ലുക്കിംഗ് അറ്റ് ഡിഫറെന്റ് ഫുഡ്, ഹൗ ദേ പ്രിപ്പയർ കേക്ക് ഇൻ ഡിഫറെന്റ് കൺട്രീസ്, ഹൗ ഡു ദേ പ്രിപ്പയർ ബിരിയാണി ഇൻ ഡിഫറെന്റ് കൺട്രീസ്, ഡിഫറെന്റ് പൊറോട്ടകൾ എന്തൊക്കെ തരത്തിലാണ് ഉണ്ടാക്കുക. ഇതൊക്കെ ഒരുവിധമെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ഈ വീഡിയോസ് കാണുകയാണ് എൻ്റെ ടൈം പാസ്. ഞാനിപ്പോൾ ഈ പറയുമ്പോഴും എൻ്റെ TV-യിൽ പലതും നടക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്കത് കാണുന്നുണ്ട്. ഗോട്ട് ഇറ്റ്? ഇപ്പോൾ ഓരോ താല്പര്യം വരുമ്പം വി കീപ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, വി കീപ് ലിസണിങ് അറ്റ് ഇറ്റ്. അത് ചെയ്യും. ഇപ്പോൾ ഒരു മൊബൈൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ ഹാവ് സീൻ ഹൗ എ മൊബൈൽ ഈസ് മെയ്ഡ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഫാക്ടറിയുടെ കംപ്ലീറ്റ് കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ അത് എത്ര ക്ലാസ്സിലിരുന്നാലും നിങ്ങൾക്ക് കിട്ടില്ല. കാർ എങ്ങനെ മാനുഫാക്ചർ ചെയ്യുക, I have seen. ടെസ്ല ഉണ്ടാക്കിയ സമയത്ത് ഹൗ ടെസ്ല ഈസ് മേക്കിംഗ് കാർ. ഇതൊക്കെ ഡോക്യുമെന്ററീസ് അവൈലബിൾ അല്ലേ? വൈ ഷുഡ് ഐ റീഡ് എ ബുക്ക് ടുഡേ? വൈ ഷുഡ് ഐ ആസ്ക് സം ബ്ലഡി പ്രൊഫസർ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ who has studied something 1960s, who has never seen how is it made? അയാളും എവിടെന്നെങ്കിലും വായിച്ചിട്ടല്ലേ പറഞ്ഞു തരാം. എനിക്ക് ഡയറക്ട്ലി കാണാലോ. അപ്പൊ ഇന്നലെ ശങ്കരാചാര്യർ മലയാളത്തിൽ ഒരു സീരിയൽ വന്നിട്ടുണ്ട്, മനോരമ. അത് ഞാൻ വെറുതെ കണ്ടു. അത് ഉണ്ടാക്കിയിട്ടുള്ള നോർത്ത് ഇന്ത്യക്കാരനാണ്. കാരണം അത് കോസ്റ്റ്യൂംസ് കാലടിയുള്ള കോസ്റ്റ്യൂംസേ അല്ല. ശങ്കരൻ ജനിച്ചത് കാലടിയിലേ അല്ല, പിറവത്താണ്. മലയാളികളുടെയൊക്കെ പ്രത്യേകിച്ചും ഹയർ കാസ്റ്റിലുള്ള ബ്രാഹ്മണ സ്ത്രീകളൊക്കെ പ്രസവിക്കുക അവരുടെ വീട്ടിലാണ്, ഭർത്താവിന്റെ വീട്ടിലല്ല. ശങ്കരന്റെ അച്ഛന്റെ നാടാണ് കാലടി, അമ്മയുടെ നാട് പിറവത്താണ്. അപ്പൊ അമ്മയുടെ വീട്ടിലാണോ പ്രസവിച്ചിട്ടുണ്ടാവോ, അച്ഛന്റെ വീട്ടിലാണോ? അച്ഛൻ വളരെ പാവപ്പെട്ടൊരു ബ്രാഹ്മണനായിരുന്നു. പക്ഷെ ആ കോസ്റ്റ്യൂമും ആ ഇതൊക്കെ കാണുമ്പോൾ മഹാതല്ലിപ്പൊളിയാണ്. ഒറ്റ എപ്പിസോഡ് തന്നെ നിർത്തി നമ്മൾ. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ കാണുമ്പോ ഡോണ്ട് ജസ്റ്റ് ബിലീവ്, യു ഓൾസോ യൂസ് യുവർ ലോജിക്, യു അണ്ടർസ്റ്റാൻഡ്. അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് കാലടി എന്ന പേര് വന്നത്. ശങ്കരൻ കാല് വെച്ച സ്ഥലം. പിറവം എന്ന പേര് വന്നത് ശങ്കരൻ പിറന്ന നാടായതുകൊണ്ടാണ്. പേരിൽ തന്നെ ഉണ്ട് ഇതൊക്കെ. ഈ ലോജിക്കൊന്നും മനസ്സിലാവില്ല. ആരോട് ചോദിച്ചാലും ശങ്കരൻ എവിടെയാ ജനിച്ചത്? കാലടി. കാരണം ഒരു മാർക്ക് കിട്ടും നിങ്ങൾ എഴുതിയാൽ. കാരണം അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. പൊട്ടത്തെറ്റാ പഠിപ്പിക്കണതേ. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് പഠനം എന്ന് പറയുന്നത് സ്കൂളിലെ സിലബസ് പഠിപ്പിക്കുന്ന മാഷന്മാര് അവർക്ക് ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് കണ്ടൊരു 1ാം ക്ലാസ് 3ാം ക്ലാസ് 5ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ സിലബസ് മാറ്റി മാഷന്മാർക്ക് വലിയ ആവലാതി. അത് പഠിപ്പിക്കാനുള്ള ടീച്ചിങ് ഗൈഡ് ബുക്ക് അവർക്ക് സപ്ലൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഇതുപോലും സ്വന്തം വായിച്ച് മനസ്സിലാക്കി പഠിപ്പിക്കാൻ കഴിവില്ലാത്ത 1ാം ക്ലാസ്സിലെ മാഷന്മാരാണ് കേരളത്തിൽ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അർത്ഥം. ഗൈഡ് കിട്ടാത്തതുകൊണ്ട് അവർക്ക് പരിഭ്രാന്തി അത്ര.
ഇവനൊക്കെയാണ് ശമ്പളം മേടിക്കുന്നത് 1 ലക്ഷം റുപ്യ. ആലോചിച്ച് നോക്ക് എന്ത് ഗതികേടാന്ന് കുട്ടികളുടെ. അവർക്ക് ഗൈഡ് കിട്ടാത്തതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന്. അവർ പഠിപ്പിക്കുന്നതാണോ ബെസ്റ്റ്? മനസ്സിലാവുണ്ടോ മക്കളെ? ഞാൻ MSc പഠിക്കുന്ന സമയത്ത് there was a professor who said, no, my PhD is in algebra, so I am asked to teach geometry, it's very difficult for me. അയാൾ PhD എടുത്ത ജോമെട്രി ആയതുകൊണ്ട് ഓൾജിബ്ര അറിയില്ലേക്ക്. അയാളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചതോ ഓൾജിബ്രയ്ക്ക് ജോമെട്രി എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അതിലാർക്കും PhD കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ പഠിച്ചതേ പറയാൻ പറ്റുള്ളൂ, ആരെങ്കിലും തന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ പരാധീനത. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഷ്ടംപോലെ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഓൺ ദ ഇന്റർനെറ്റ്. ഗോ ആൻഡ് ലേൺ ഫ്രം ദാറ്റ്. ദാറ്റ് ഈസ് വാട്ട് യു ഷുഡ് ഡു. ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ വേൾഡ് ഈസ്, ദ ഹയസ്റ്റ് അക്കാഡമിക് വേൾഡ് ഈസ് WWW. അതിലാണ് പഠിക്കേണ്ടത്. ഞാൻ ആകെ ചെയ്യുന്നത് അതിനകത്തേക്ക് ഡയറക്റ്റ് ചെയ്യാണ്. അല്ലാണ്ട് ഇപ്പം എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്കത് വരച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷെ അത് നോക്കി പഠിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, അതാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്ന് വെച്ചിട്ടാണ്. യാ, Thank you, Dr. ശില്പ. ശില്പ ഓൺ ദ ഗ്രൗണ്ട് ആന്ന് തോന്നുന്നു. ഏത് ഭാഗത്താ ഉള്ളത്? എന്നിൽ നിന്ന് എത്ര ദൂരെയാ? ഞാനിപ്പോ പരേഡ് ഗ്രൗണ്ട് ഇതിലുള്ളത്. അപ്പോ 2 വീലറിലല്ല? ഇല്ല, ഞാൻ 2 വീലറിലാണ്. അപ്പൊ ഈ സെഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഞാൻ കണ്ടു കുറെ സമയമായിട്ട് പുറത്ത്. പറയും. അപ്പോ ഞാൻ എക്സാംസ് ഇപ്പോ SBI PO എക്സാം വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബറിൽ. അപ്പോ അതിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് വൊക്കാബുലറി, നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി എങ്ങനെ ഇതാക്കാന്ന്. അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് വരിക ഒരു പാരഗ്രാഫ് കണ്ടിട്ട് അതിന്റെ നമുക്കൊരു അതിന്റെ പേരെന്തൊക്കെയാ, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ്, അങ്ങനെ വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ദിവസം ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇങ്ങോട്ട് വരിക. ഐ വിൽ ഫിനിഷ് ഇറ്റ് ആൻഡ് ഗിവ് യു. ഓക്കെ. എല്ലാ നല്ല പാരഗ്രാഫുകളുടെയും ഒരു ബേസിക് റൂള്, ഒരു എസ്സേ ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് 3 ലൈൻസ് ആൻഡ് ലാസ്റ്റ് 3 ലൈൻസ് വിൽ ഗിവ് യു ക്ലൂ ഫോർ ദ ഹെഡിങ് ആണ്. നിങ്ങളൊന്നും എഴുതുന്ന എസ്സേ അല്ല, അങ്ങനെയുള്ള എസ്സേ സെലക്ട് ചെയ്തിട്ടേ നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ. ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്, കുറേ ഷോർട്ട് കട്ടുകളുണ്ട്. വൺസ് യു നോ ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ്. അല്ലെങ്കിൽ IELTS എക്സാമിനേഷന്റെ കുറേ പാരഗ്രാഫ്സ് ഉണ്ടാവും. അതിലൊരു 10 എടുത്തിട്ട് അതില് ഫസ്റ്റ് 3 സെന്റൻസസും ലാസ്റ്റ് 3 സെന്റൻസസും ആദ്യം വായിക്കുക. Then reread the paragraph. Then you will realize, this heading is this. ഓക്കെ, അതൊരു ട്രിക്കാണ്. ഇങ്ങനെ കുറെ ട്രിക്കുകളാണ് പഠനം. ഹാർഡ് വർക്ക് ഈസ് നോട്ട് ദ മെത്തേഡ് ടു pass any exam. It's trick. വളരെ സിമ്പിൾ ആണ്. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എപ്പോഴെങ്കിലും നേരെ പിന്നെ RK പുരം വഴി ഓടിക്കുന്നതിന് പകരം ആ AOC റൈറ്റിലേക്ക് അടിച്ചാൽ സഫിൽ കൂടി എത്തുമല്ലോ. You are only 3 kilometers away from me. Yeah. Come on. Next. തമിഴ്നാട് പഠിക്കുന്നതാണോ കേരളത്തിൽ പഠിക്കുന്നതാണോ നല്ലതെന്ന്? കേരളത്തിൽ പഠിക്കുന്നതാണ് അത് തമിഴ്നാട്. എനിക്ക് ശ്രീരാമകൃഷ്ണയില് കിട്ടിയിട്ടുണ്ട് ECക്ക്. സോ അവിടെ പഠിക്കുന്നതാണ് അത് ഇവിടെ പ്രൈവറ്റ് കോളേജസിൽ പഠിക്കുന്നത്. ഇവിടെന്ന് ചോദിച്ചാൽ ഇയാളുടെ വീട് എവിടെയാ? പാലക്കാട്. തൊട്ടടുത്ത രാജ്യത്തൊന്നും ഇല്ലേ? പോയിട്ട് വരാൻ പറ്റുന്ന കോളേജുകളൊന്നും ഇല്ലേ? നെഹ്റു കോളേജസ് ഉണ്ട്, പോയിട്ട് വരാൻ പറ്റുന്നതല്ലേ? നെഹ്റു കോളേജ് കോയമ്പത്തൂരും ഉണ്ട്, പാലക്കാടും ഉണ്ട്. ഞാൻ ആകെ പോയിട്ടുള്ളത് കോയമ്പത്തൂര് നെഹ്റു കോളേജിലാണ്. അവരുടെ ഗസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്.
അതും കേരളത്തിലെ നെഹ്റു കോളേജും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ രാമകൃഷ്ണ ഈസ് നോട്ട് എ ബിഗർ കോളേജ് ദാൻ നെഹ്റു. ഇപ്പൊ പാലക്കാട് നെഹ്റുവിൽ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. അത്ര ഗ്രേറ്റ് കോളേജ് ഒന്നും അല്ലല്ലോ. ഈ എട്ടുമടയുടെ അടുത്തുള്ളതല്ലേ അത്. കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് പാലക്കാട് നിന്ന് പോകുന്ന റോട്ടിലെ ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ അത് അത്ര കോളേജ് ഗ്രേറ്റ് കോളേജ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ TPS ഒരു ഡൗട്ട് കൂടെ. നെഹ്റു കോളേജ് അടുത്ത് തന്നെയാണ്, അവിടെ കമ്പ്യൂട്ടർ സയൻസിന് തരാന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ EC എടുക്കണോ? ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, കമ്പ്യൂട്ടർ സയൻസ് ബേസിക് കോഴ്സ് അല്ല. ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ എളുപ്പമാണ്. എല്ലാത്തിലും പ്രോഗ്രാം ഉണ്ട്. വളരെ ഹയർ പ്രോഗ്രാമിംഗ് ഒന്നും ഇന്ന് പഠിപ്പിക്കുന്ന ഹയർ പ്രോഗ്രാം 5 കൊല്ലം കഴിയുമ്പോൾ ഹയർ ആവുമോ നമുക്ക് പറയാൻ പറ്റില്ല. ഈ മാഷന്മാരൊന്നും അത്ര ഗ്രേറ്റ് ആയിട്ടുള്ള മാഷന്മാരാവാൻ സാധ്യത കുറവാണ്. കമ്പ്യൂട്ടർ വളരെ ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഫസ്റ്റ്, ഹാർഡ്വെയർ ഗെറ്റ്സ് അപ്ഡേറ്റഡ് ലിറ്റിൽ ലേറ്റർ. അപ്പോൾ ഹാർഡ്വെയർ ഇപ്പോൾ പഠിക്കുന്നതും 4 കൊല്ലം പഠിക്കുന്നതും ഒക്കെ ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ഇലക്ട്രോണിക്സ് കുറച്ചും കൂടി ബേസിക് കോർ എഞ്ചിനീയറിംഗ് ആണ്. മറ്റേത് കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് പറയുന്ന, പേര് തന്നെ ആലോചിച്ച് നോക്ക്. കമ്പ്യൂട്ടർ സയൻസ് ആണ്, എഞ്ചിനീയറിംഗ് അല്ല. ഇവിടെ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിവിലും അതിൽ കമ്മ്യൂണിക്കേഷനും കൂടി പെട്ട് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം പഠിക്കാം. അതുകൊണ്ട് ഞാൻ ജനറലി അങ്ങനെയാണ് പറയാറ്. നിങ്ങളുടെ ഇഷ്ടമാണ്. ബേസിക്കലി ഇഷ്ടമുള്ള ഒരാൾ ഈ ചോദ്യം ചോദിക്കില്ല. സംശയം ചോദിക്കുന്നത് എല്ലാം ഒരേപോലെയാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയിരുന്നു. എല്ലാ സ്പെഷ്യലൈസേഷൻസും എത്ര കാലം നിലനിൽക്കും ആർക്കും പറയാൻ പറ്റില്ല. നമ്പർ 1. നമ്പർ 2 അത് എറണാകുളത്താണ് അല്ലേ. ഇവിടെയൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ള ആളും പോയിട്ടുള്ള ആളും അവിടുത്തെ ടീച്ചർമാർ ചിലരെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ടാണ് ഓരോ സ്ഥലവും പറയുമ്പോൾ നമുക്ക് അറിയണത്. ഞാൻ കേരളത്തിലേ അല്ല ജീവിക്കുന്നത്. അവിടെ ഞാൻ മാത്ത് ലാബിന്റെ ഒരു വർക്ക്ഷോപ്പ് കുറേ കാലം മുമ്പ് കൊടുത്തപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നേരെ അങ്ങോട്ട് ചേരുക. എത്ര വേണമെങ്കിലും ഉണ്ട്, അതിനൊക്കെ പാരലലി ചേരുക. ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഒരു റോഡ് സൈഡിലുള്ള ഷോപ്പും കേരളത്തിലുള്ള മഹാന്മാർ നടത്തുന്നതിലും ചേർന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അവരൊക്കെ കോപ്പി ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ. ദേ ഹാവ് നെവർ വർക്ക്ഡ് ഓൺ ദിസ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ ഓപ്പൺ ഫ്രീ കോഴ്സ് രജിസ്റ്റർ ചെയ്യുക. അത് തപ്പി നോക്കുക. ഇതേപോലെ ഞാൻ പറയുന്നത് മൂക്ക് ഓൺലൈൻ ഓപ്പൺ ഫ്രീ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താണോ പഠിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കിട്ടും. അതിൽ ആദ്യത്തേത് ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കും, കാരണം അവരാണ് യൂട്യൂബിന് പൈസ കൊടുക്കുക. കുറേ താഴത്ത് നോക്കുമ്പോൾ അൺപെയ്ഡ് ആയിട്ടുള്ളത് കാണും. ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കുക. ഏതാണ് അഡ്വർടൈസ്മെന്റ് വരുന്നത്, www അഡ്വർടൈസ്മെന്റ് വരാത്തത്. കുറച്ച് കഴിയുമ്പോൾ ശീലമാവും നിങ്ങൾക്ക്. അഡ്വർടൈസ്മെന്റ് ഉള്ളതും ഇല്ലാത്തതും കണ്ടുപിടിക്കാനുള്ള ബോധം ഉണ്ടാവണം. അഡ്വർടൈസ്മെന്റ് ഇല്ലാത്തത് പ്രത്യേകിച്ചും അതിൻ്റെ ഫസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ചേരുക. അപ്പോൾ അത് കമേഴ്ഷ്യൽ അല്ല, കുറച്ചും കൂടി അവർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പിന്നെ അവരുടെ ഫെയിം ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതാണ് നമുക്ക് നല്ലത്. എനിക്ക് ഈ വർഷം CUET എക്സാം എഴുതണം എന്നുണ്ട്. അപ്പം ഡോക്ടർ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമുക്ക് വീട്ടിൽ അടുത്ത് പോയി വരാനുള്ള കോളേജാണ് ബെസ്റ്റ്. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണോ ഇവിടെ അടുത്ത് പോയി വരുന്ന കോളേജാണോ ബെസ്റ്റ്? നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സിന് പോകുന്നു, അടുത്തുള്ള കോളേജിൽ ഏത് കോഴ്സിന് പോകുന്നു, അവിടെയുള്ള ചില ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ നല്ലതായിരിക്കും. ചില സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ പ്രോജക്റ്റ് ഒക്കെ കിട്ടി, നല്ല പ്രൊഫസർമാരൊക്കെ ഉണ്ട്. നിങ്ങൾ പതുക്കെ റിസർച്ചിലൊക്കെ പോവുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈസ് ഗ്രേറ്റ്. ബിടെക് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഒരു ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഇന്നതിന് വേണ്ടിയിട്ടാണ്, അതിനനുസരിച്ചിട്ട് യു ഷുഡ് ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് ഗുഡ്. അപ്പൊ CUET എന്ന് പറഞ്ഞാൽ സാധാരണ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും IIT-കളിലും ഒക്കെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റിന് IIT അഡ്മിഷൻ കിട്ടുന്നത് ഒരു ബിടെക് അഡ്മിഷൻ കിട്ടുന്നതിനേക്കാളും 10 ഇരട്ടി ബുദ്ധിമുട്ടാണ്. IITസിലെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഗോട്ട് മച്ച് മോർ ഡിമാൻഡ്. എല്ലാ എക്സാമും എഴുതുക, എല്ലാ എൻട്രൻസ് എക്സാമും എഴുതിയിട്ട് എല്ലാത്തിൻ്റെയും റിസൾട്ട് വന്നതിന് ശേഷം ഇവിടെ ചേരണോ എന്ന് ആലോചിക്കുകയാണ് നല്ലത്. ഇപ്പോഴേ അത് ആലോചിച്ചിട്ട് അതിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതല്ല നല്ലത്.
നോക്ക് അറ്റ് എവറി ഡോർ വിച്ച് ഓപ്പൺസ് ഗോഡ് ഓൺലി നോസ് എന്ന് പറയാറുണ്ട് സാധാരണ. IIT കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് CUT എക്സാം എഴുതിയാൽ മതി? പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. IIT എൻട്രൻസ് എക്സാമിനേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. ഹ്യൂമാനിറ്റീസ് IIT എൻട്രൻസ് എക്സാംസ് തപ്പിയെടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ. കവിതയുടെ വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൺലി മേക്കിംഗ് നോയ്സ്. മ്യൂട്ട് ചെയ്തോ. വല്ലാണ്ട് നോയ്സ് ഉണ്ടാക്കാണ്, ഒന്നും വരുന്നില്ല. Yeah, good enough? Anybody else? Dr. TPS, now I do not want to ask a question, but rather I want your opinion, and also I want to make everybody aware of what I have to share. Many of the people here, they often have trouble with language skills, and often I believe I have good language skills. So for some people, what ruins the quality of their language is often their spelling errors. So what helped me improve is that from when I was young, I used to attend spelling bee competitions. It was a competition that was meant to choose the winner, but subconsciously I became more aware of the words I am using, and soon after my speech and my writing, it became flawless. So Dr. TPS, what do you have to share about my experience? See, കോമ്പറ്റീഷൻസ് ഒക്കെ വലിയ എബിലിറ്റി ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഐ നെവർ അറ്റൻഡഡ് എനി ഓഫ് ദ കോമ്പറ്റീഷൻസ്. ആ ഒരു സിറ്റുവേഷനിൽ ദാറ്റ് ഈസ് ഗിവൺ യു എ പ്രൊവിഷൻ, ഗുഡ് ആൻഡ് വെൽ ആൻഡ് ഗുഡ്, ദാറ്റ്സ് വണ്ടർഫുൾ. പക്ഷെ ഞാൻ അതിനേക്കാളും സജസ്റ്റ് ചെയ്യുക കുറേ മെത്തേഡ്സ്. നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ട് ഐ ക്യാൻ സജസ്റ്റ് യു ദ മെത്തേഡ്. ആ മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ വൺ വേർഡ്. ഇപ്പൊ തിരുവനന്തപുരം എന്ന് എഴുതാം. എല്ലാവരും എഴുതണം, തിരുവനന്തപുരം എന്ന് എഴുതാം. എത്ര ലെറ്റേഴ്സ് ഉണ്ട് തിരുവനന്തപുരത്തിലെ? ഓക്കെ, ആ 16 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് സിംഗിൾ ലെറ്റർ ഉപയോഗിച്ചിട്ട് മീനിങ് ഫുൾ വേർഡ് ഏതാ? ഒരു എക്സാമ്പിൾ പറയൂ. ഐ എന്ന് പറഞ്ഞ ഒരു മീനിങ് ഫുൾ വേർഡാണ്. എ എന്ന് പറഞ്ഞ ഒരു മീനിങ് ഫുൾ വേർഡാണ്. നൗ മേക്ക് 2 letter വേർഡ്സ്, മീനിങ് ഫുൾ വേർഡ്സ്. IT എന്നുണ്ട് അതിനകത്ത്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പൊ 16 ലെറ്ററിൽ അതിലുള്ള സ്പെല്ലിങ്സ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര മീനിങ് ഫുൾ വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? ദാറ്റ്സ് എ കോമ്പറ്റീഷൻ. നൗ സൂൺ ആഫ്റ്റർ ദിസ്, ഈ വീഡിയോ Gmeet ഓഫ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഐ വാണ്ട് വൺ നമ്പർ. വേർഡുകളല്ല ചോദിക്കുന്നത് ഞാൻ, നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഇറ്റ് ക്യാൻ ബി 20, ഇറ്റ് ക്യാൻ ബി 30, ഇറ്റ് ക്യാൻ ബി 40, ഇറ്റ് ക്യാൻ ബി 100, ഇറ്റ് ക്യാൻ ബി 1000. ഐ ജസ്റ്റ് വാണ്ട് യു ടു റൈറ്റ് ദറ്റ് നമ്പർ ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ. എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എഴുതിയിട്ട് ആ നമ്പർ മാത്രം അയക്കുക. നിങ്ങളെല്ലാവരും അത് കഴിഞ്ഞിട്ട് ലിഷർ ടൈമിലൊക്കെ ഇത്തരം വേർഡ്സ് ഉണ്ടാക്കിയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. എഴുതി വെക്കാവുന്ന പേപ്പറിലല്ല. വാട്ട് എവർ ഐ എം ഗിവിങ് ഈസ് ടു ബി സെൻഡ് ഇറ്റ് ടു മീ. അപ്പോൾ ഏതെങ്കിലും ഒരു നോട്ടിൽ അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് കഴിഞ്ഞാൽ യു സെൻഡ് ഇറ്റ് ടു മീ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗസ് ചെയ്ത് പറയും. വൈഷ്ണക്ക് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം സെയിങ്? 1 letter, 2 letter, 3 letter, 4 letter, അങ്ങനെ 16 ലെറ്റേഴ്സ് വരെ. 16 ലെറ്ററിലുള്ള ഒന്ന് തിരുവനന്തപുരം എന്നാണ്. ആ ലെറ്റേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ യു ക്യാൻ മേക്ക് അനദർ മീനിങ് ഫുൾ വേർഡ്. വണ്ടർഫുൾ. എത്ര ഉണ്ടാക്കാൻ പറ്റും? ജസ്റ്റ് ടെൽ മീ എ നമ്പർ. ഐ വാണ്ട് എ നമ്പർ ആസ് എൻ എക്സാമ്പിൾ. ആകെ 5 വേർഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. യു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഐ വാണ്ട് സംബഡി എൽസ്.
നമ്പർ ഓഫ് കോമ്പിനേഷൻസ്, 1 ലെറ്റർ, 2 ലെറ്റർ, 3 ലെറ്റർ, 4 ലെറ്റർ, നമ്മൾ എന്ത് വൊക്കാബുലറി ഉണ്ടായിട്ടും ഞാൻ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടും യു ആർ നോട്ട് ഏബിൾ ടു ക്യാപ്ചർ ദറ്റ് മീനിങ്. Okay, now somebody else. Kavita has to mute. Kavita, you are making disturbance. ഞാൻ 3-4 പ്രാവശ്യം മ്യൂട്ട് ചെയ്തു കവിതേനെ. പിന്നെ പറയൂ, നെക്സ്റ്റ് ആരെങ്കിലും? 16 letters ഉണ്ടാക്കാൻ പറ്റില്ലേ? പറയേ. Somebody said 16, somebody said 4. Come on. Numbers പറയൂ. Some numbers. മ്യൂട്ട് ചെയ്തിട്ട്, അൺമ്യൂട്ട് ചെയ്തിട്ട്. Dr. T, you meaningful or ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസവും ബാക്കി എന്നെ കേൾക്കുന്നവരുടെയൊക്കെ വിശ്വാസം. ഞാൻ പറഞ്ഞു സിംഗിൾ ലെറ്റർ, 2 ലെറ്റർ, 3 ലെറ്റർ, 4 ലെറ്റർ, അതിലുള്ള സ്പെല്ലിങ്സ് ഉപയോഗിച്ചിട്ട് യു ഡു എനി കോമ്പിനേഷൻ, ഹൗ മെനി നമ്പർ ഓഫ് വേർഡ്സ് യു ക്യാൻ ജനറേറ്റ്. ഐ എം നോട്ട് ആസ്കിങ് യു ടു റൈറ്റ് ദ വേർഡ്സ്, ഐ വാണ്ട് എ നമ്പർ ഫ്രം യു. ആ നമ്പർ പറയാൻ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. വാട്ട് ഡു ഐ ഡു? ടെൽ മീ സം നമ്പർ. സുനിത ഉണ്ട്, ആര്യകൃഷ്ണ ഉണ്ട്, മായ ഉണ്ട്, ഹനൻ ഉണ്ട്. വൈ കോണ്ട് യു അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ വൺ നമ്പർ, സം സ്റ്റുപ്പിഡ് നമ്പർ യു ടെൽ മീ. Around 100. അറൗണ്ട് ഒന്നും പറയണ്ട, ഒരു നമ്പർ പറയാൻ പറഞ്ഞ 100 തീർന്നു. ആ 100. അടുത്ത ആള് 50. പിന്നെ 100-ലധികം ആർക്കെങ്കിലും പറയാനുണ്ടോന്ന് എനിക്കറിയേണ്ടത്. 150. യാ 80 above 100 ആണോ? I said above 150 now. 100 പറഞ്ഞു, 150 പറഞ്ഞു. അതിൽ above ആർക്കെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചത്. That is an assignment. Let me see how many of you attend that. Okay? Bye bye. അങ്ങനെയാണ് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക. സോ യു ക്യാൻ ഡു യുവർ സെൽഫ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള 4 ആള് വേണം. ആ നടത്തുന്ന ആൾക്ക് ആ വിവരം ഉണ്ടാവണം. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട. യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ കോമ്പറ്റീഷൻ. സുഡോക്കു ഈസ് എ ഗുഡ് മെത്തേഡ് ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. കുറേ മെത്തേഡുകളുണ്ട്. യു ക്യാൻ ഡിസൈഡ് വാട്ട് യു വാണ്ട്. റീഡിംഗ് ഹാബിറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വൺ. ലുക്കിംഗ് എറ്റ് ഡിക്ഷണറി, wordhippo.com, നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ ഇടുക, കുറേ മീനിങ് നോക്കുക. അതിൻ്റെ ആ ഓരോ വാക്കുകൾ എടുക്കുക, തിരിച്ച് പിന്നെയും മീനിങ് നോക്കുക. ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്. Vaishna used one, great. But I didn't do that. So I did all this to improve my vocabulary. Yes, Dr. TPS. Many are also available in Play Stores as fun games. That's it. Okay. Bye. Bye, Dr. TPS.